അല്ല അതോ വരും വരും വേറെ വരും വരും ദിവസത്തേക്ക് മാറ്റണം പുറകെ എന്നാണ്? പുറകെ വരും. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ആള് വരും, പുറകെ വരും. തുടങ്ങി. എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ വെറുതെ പറയൽ മാത്രമാണോ അതോ ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെന്നുള്ള അതാണ്? അതേ ഉള്ളൂ. ആ എനിക്ക് ആ വിരോധമില്ല. എന്തായാലും വരും നിങ്ങൾ വരും മീറ്റിംഗ് വരും ആണ് ഞാൻ ചേട്ടാ ജയിക്കും. വരും വരും. ആ, ഷിബു ആ ഉണ്ട് ഞാനുണ്ട്. ചോദിച്ചുണ്ട് ചോദിച്ചോ. അല്ല, അപ്പൊ തുടരാം അല്ലേ? ഓക്കെ. 286 സുഹൃത്തുക്കളെ, ഞാനൊരു 286 അല്ലേ? 86 കഴിഞ്ഞു. 85 86 തീർന്നു. 86 കഴിഞ്ഞു. ആ, ഓക്കെ. ശരി. സുഹൃത്തുക്കളെ, ഞാൻ അമിത വ്യത്യാസത്തിലും ദൈവസഹായത്താലും ഏതുള്ള അത്ഭുതമായ കൂട്ടായ്മകളുണ്ട് നിർദ്ദിഷ്ട രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പേര് അശോകൻ. ചിന്തട്ടാ അപ്പോ 287 ആസ്പെക്ട്സ് ഓഫ് സ്പിരിച്വാലിറ്റി. ഓക്കെ, സ്പിരിച്വാലിറ്റിയുടെ പല വശങ്ങളും പല കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ എടുക്കുന്നുള്ളത്. ആത്മീയതയുടെ ഇത് 2 ഭാഗമാണ്. 2 ലെറ്ററുകളിൽ നിന്ന് അടർത്തിയെടുത്തുള്ള ഭാഗങ്ങൾ. 2 ലെറ്ററുകൾ എന്ന് പറഞ്ഞാൽ ബിൽഡബ്ല്യുവിന് അയച്ച ലെറ്ററുകൾക്ക് അദ്ദേഹം അയച്ച മറുപടികളിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗം. ആദ്യത്തേത് 1958, രണ്ടാമത്തേത് 1954. ഈ വർഷങ്ങളിൽ നടന്ന കറസ്പോണ്ടൻസ് ആണ്. നോക്കാം നമുക്ക് എന്താ ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞത്. ആസ്പെക്ട്സ് ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ വിവിധ വശങ്ങൾ അല്ലെങ്കിൽ ആത്മീയതയുടെ വിവിധ കാര്യങ്ങൾ. അത് തന്നെ. Among A's, there is still a vast amount of mix-up respecting what is material and what is spiritual. I prefer to believe that it is all a matter of motive. If we use our worldly possessions too selfishly, then we are materialists. But if we share these possessions in helpfulness to others, then the material aids the spiritual. ഇവിടെ പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തിന്റെ മറുപടി കത്തില് 1958 ആർക്കും അയച്ച മറുപടിയാണ്. അതിൽ പറയുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസമാണ് പറഞ്ഞത്. ഇതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. Among A's, there is still a vast amount of mix-up respecting what is material and what is spiritual. ഏക്കാരുടെ അകത്ത്, ഏക്കാരുടെ ഉള്ളില് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ആത്മീയമായ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്താതലത്തെങ്കിലും പലയിടത്തും ഉണ്ട്. ചിലയിടത്ത് ഒരു പബ്ലിക്കായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. അവ എന്താണ് ഭൗതികമായിട്ടുള്ള, എന്താണ് ആത്മീയമായിട്ടുള്ള എന്നുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, വലിയ ഒരു ചിന്ത, ഒരു കൺഫ്യൂഷനായിരുന്നു. I prefer to believe that it is all a matter of motive. ഞാൻ എന്താ പറയാ, വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നമ്മളുടെ ഉദ്ദേശം എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഞാൻ എന്താ പറയുക വിശ്വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കാൻ തോന്നുന്നത്, കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നണമെന്നുള്ള ഒരർത്ഥം. If we use our worldly possessions too selfishly, then we are material. നമ്മൾക്ക് ലൗകികമായിട്ടുള്ള കയ്യിലുള്ള പൊസഷൻസ്, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ, അതിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വല്ലാതെ നമ്മൾ സ്വാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ അതിനെല്ലാം എന്താ പറയുക ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ then we are materialists. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൗതിക ഇതിലുള്ളവരാണ്.
But if we share these possessions in helpfulness to others, then the material aids the spiritual. എന്നാൽ നമ്മൾ ഇത് തന്നെ, ഈ പൊസഷൻസ് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഭൗതികത ആത്മീയതയ്ക്ക് സഹായകമാണ്. വായിക്കുമ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം. ഞാൻ ഈ ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു ചില സമയത്ത്. ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ എന്തെങ്കിലും എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക വാങ്ങിച്ചതോ ഒന്നും അല്ലാത്ത ഏതെങ്കിലും ഒരാളൊരു കാര്യം എന്നെ ഒരു ട്രസ്റ്റ് മൂലം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസ്യതയോടെ എൻ്റെ കയ്യിൽ ഒരു ഉത്തരവാദിത്തത്തിനായിട്ട് ഒരു വസ്തു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിനെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഞാൻ ചെയ്യാൻ, ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. അത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കാറില്ല. അങ്ങനെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാറ് വേറൊരാളുടെ കാറ് എൻ്റെ കയ്യിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ഓടിക്കുമ്പോൾ ഞാനത് വേറൊരാൾക്ക് കൊടുക്കില്ല. കാരണം എൻ്റെ അടുത്ത് ഒരാളെ വിശ്വസതയോടെ ഏൽപ്പിച്ചു. അത് കാരണം അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ കാറിന്റെ ഉദാഹരണം പറഞ്ഞുള്ളൂ. അത് എനിത്തിങ്, എന്ത് സാധനം, ഒരാളുടെ വീട് എനിക്ക് വിശ്വാസത്താൽ എനിക്ക് വാടകയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവർ വന്ന് കയറി കളിച്ച് പിത്തന കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഇത് എനിക്ക് തന്നെ ഡൗട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ആ സ്വഭാവം ഞാൻ വല്ലാതെ ഭൗതികതയിൽ ഊന്നിയിട്ടാണോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സ്വാർത്ഥതയിൽ ഊന്നിയിട്ടാണോ? ഭൗതികത എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനത് ഭൗതികമായ കാര്യങ്ങളുടെ സ്വാർത്ഥത എന്നുള്ളത് എനിക്കത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അല്ല, ഞാൻ അവിടെ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. എന്നെ ആരാണോ ഏൽപ്പിച്ച് അവരോടുള്ള കൂറ് നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരോട് ഞാൻ പാലിക്കേണ്ട സത്യസന്ധത ഞാൻ പാലിക്കണം ചെയ്യണമെന്നുള്ള ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാടിൽ എനിക്ക് എത്താൻ പറ്റും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചാൽ എനിക്കും ഇതുപോലത്തെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യേണ്ട കറക്റ്റ് തന്നെയാണ്, ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണ്. അപ്പോ ഇനി എൻ്റെ കയ്യിലുള്ളൊരു സാധനം, ഒരു ഉദാഹരണം, എൻ്റെ കയ്യിൽ എൻ്റെ വീടായിരിക്കാം, എൻ്റെ കാറായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു ആയിരിക്കാം. അത് ബട്ട് ഇഫ് യു ഷെയർ ദീസ് പൊസിഷൻസ് ഇൻ ഹെൽപ്ഫുൾനെസ് ടു അതേഴ്സ്, then the material aids the spiritual. കറക്റ്റാണ്. ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഞാൻ എത്രയോ പേര് എൻ്റെ വണ്ടിയിൽ ഞാൻ പല ചികിത്സാലയങ്ങളിലും അവിടേക്ക് ഇവിടേക്കോ കൊണ്ടുപോയിരുന്നു. ഇനി അല്ലാതെ തന്നെ പല റിലേറ്റീവ്സിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര ഓടിയിരുന്നു. എൻ്റെ വീട്ടില് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ എപ്പോൾ വേണമെങ്കിലും താമസിക്കാവുന്നവരാണ്. എത്രയോ അംഗങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ പറയുക സ്റ്റെപ്സിന്റെ കാര്യങ്ങൾ അറിയാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് വന്നു പോവാറുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് പറയുന്നത് ഞാനിപ്പോ എൻ്റെ മഹത്വം അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പൊ then the material aids the spiritual. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഭൗതിക സമ്പത്ത് എന്താണോ, ഭൗതികമായ വസ്തുക്കൾ നമ്മൾ അത് നമ്മളുടെ ആത്മീയതയ്ക്ക് സഹായകമാകും. ഇനി the idea, അടുത്ത ഭാഗം 1954 the idea keeps persisting that the instincts are primarily bad and are the roadblocks before which all spirituality falters. I believe that the difference between good and evil is not good and evil is പെട്ടെന്ന് ശ്രദ്ധ പോകും. I believe that the difference between good and evil is not the difference between spiritual and instinctual man. It is the difference between proper and improper use of the instinctual. Recognition and right channeling of the instinctual are the essence of achieving wholeness. Okay. ഇത് വളരെ ഒരു നല്ലൊരു പ്രിൻസിപ്പിളാണ് പറഞ്ഞിട്ടുള്ളത്.
എന്താണെന്നുണ്ടെങ്കിൽ നോക്കൂ, the idea keeps persisting that the instincts are primarily bad and are the roadblocks before which all spirituality falters. അത് നമ്മൾക്കൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? അത് നമ്മളെ തുടർച്ചയായിട്ട് നമ്മളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഐഡിയയാണ് നമ്മളുടെ ജന്മവാസനകൾ, ഇൻസ്റ്റിങ്സ്, ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സഹജാവബോധങ്ങൾ. ഇതൊക്കെ ആർ പ്രൈമർലി ബാഡ്. പ്രാഥമികമായിട്ട് അത് മോശമാണ്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഉള്ളതാണെന്നുള്ളത് നമ്മൾ ഈ നാലമ്പടി ഇതൊക്കെ ഇതിൽ കൂടെ വരുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആൻഡ് ആർ ദ റോഡ് ബ്ലോക്സ് ബിഫോർ വിച്ച് ഓൾ സ്പിരിച്വാലിറ്റി ഫോൾട്ട്. പിന്നെ അത് അങ്ങനത്തെ അപ്പൊ അതാണ്, അതായത് നമ്മുടെ സ്വാർത്ഥതയ്ക്കുള്ള കാരണം, സ്വാർത്ഥതയ്ക്കുള്ള കാരണമാണ് 3 ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അറിയാലോ, എന്താ പറയുക, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ ആൻഡ് സെക്ഷൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട്സ്. അപ്പൊ ഇതൊക്കെ ആണ് പ്രധാന കാരണം. ഇല്ലെങ്കിൽ അതാണ് റോഡ് ബ്ലോക്ക്. എന്തിന്? ബിഫോർ വിച്ച് ഓൾ സ്പിരിച്വാലിറ്റി ഫോൾസ്. ആ റോഡ് ബ്ലോക്കിന്റെ മുമ്പിൽ എല്ലാ ആത്മീയതയും ഇടറും, കാലിടറും എന്നൊക്കെ പറയില്ലേ, എല്ലാ ആത്മീയതയ്ക്കും. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്സ് മൂലം എന്താ വരുന്നത്? ആഗ്രഹങ്ങൾ, അല്ലെ? ഇൻസ്റ്റിങ്സ് സ്വാർത്ഥത ഒരു പ്രതിഫലനമാണ്. അപ്പൊ അതിൽ കൂടെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങൾ വല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും? അത് ആ ആഗ്രഹങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ആത്മീയത നമ്മൾ കോംപ്രമൈസ് ചെയ്യും. അപ്പൊ ആത്മീയത ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന്, എനിക്കൊരു വീട് വെക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഉദാഹരണം. എനിക്കൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം. എൻ്റെ ആഗ്രഹപ്രകാരം എനിക്കൊരു 4000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ വരുമാന പ്രകാരം എനിക്കൊരു 1200 സ്ക്വയർ ഫീറ്റ് കൂടുതൽ മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ ആത്മപരിശോധന നടത്തി. ഞാൻ അതിന്റെ വിവിധ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വരുമാനത്തിലുണ്ട്, എനിക്ക് എത്ര അടവ് ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര EMI വേണ്ടി വരും, ഇതൊക്കെ ഞാൻ കണക്കാക്കി. എൻ്റെ കയ്യിൽ എത്ര മുതലുണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്, ഇതെല്ലാം കണക്കാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു 1200 സ്ക്വയർ ഫീറ്റ് കൂടുതൽ വീടിന് പറ്റില്ല. പക്ഷെ ആഗ്രഹം 4000 സ്ക്വയർ ഫീറ്റിനുള്ള ആഗ്രഹമാണ്. അതിന്റെ കൂടെ ചിലപ്പോൾ എൻ്റെ ഭാര്യയും ചിലപ്പോൾ പറയും, അത് ശരിയാവില്ല, 1200 സ്ക്വയർ ഫീറ്റിലൊന്നും നമുക്ക് താമസിക്കാൻ പറ്റില്ല, ഗസ്റ്റ് റൂം ഉണ്ടാവില്ല, അതുണ്ടാവില്ല, അതുണ്ടാവില്ല എന്ന് പറഞ്ഞ് 100 കാരണങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോ അപ്പോ ആത്മീയമായിട്ട് കൂടെ ജീവിക്കുന്ന ഒരാൾക്ക്, ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ നയിക്കുന്ന ഒരാൾക്ക് അറിയാം ഇത് പറ്റില്ല, എനിക്ക് 1200 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ പറ്റില്ല. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ വളരെ 4000 സ്ക്വയർ ഫീറ്റിനുള്ള ആഗ്രഹമാവുകൊണ്ട് ഞാൻ അവിടെ കോംപ്രമൈസിന് തയ്യാറാവും. ശരി, വേണ്ട 4000 വേണ്ട, പകുതിക്ക് നിൽക്കാം, 2000 സ്ക്വയർ ഫീറ്റിലാകാം. അപ്പൊ ഈ പറയുന്ന പോലെ ഭാര്യയുടെ ആവശ്യം നിറക്കും, ഒരു എക്സ്ട്രാ റൂം ഒന്നോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റൂമോ ഹാളിന് കുറെ വലുപ്പമൊക്കെ കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് എത്തും. പക്ഷെ അത് പിന്നീട് ലോങ് റണ്ണിൽ ശരിയായിരിക്കില്ല എന്നുള്ളത് വേറെ കറക്റ്റ്, കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ ചിലപ്പോൾ അതിന്റെ എക്സ്പെൻസസ്, പിന്നീട് വരാവുന്ന ബാധ്യതകളെ എന്താ പറയാ മീറ്റ് ചെയ്യാനായിട്ട്, എക്സ്ട്രാ എക്സ്പെൻസസ് മൂലം വരുന്ന ബാധ്യതകളെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ആഗ്രഹങ്ങളുടെ മൂലം, ഈ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? അത് നമ്മളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. 3 ടൈപ്പ് ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ട്. ആ ഇൻസ്റ്റിങ്ക്ട്സ് ആണ്. അപ്പൊ ആ നമ്മളുടെ സഹജാവബോധങ്ങൾ അല്ലെങ്കിൽ ജന്മവാസനകൾ സ്വാധീനം എല്ലാ ആത്മീയതയുടെ പ്രോഗ്രസിനും ഒരു റോഡ് ബ്ലോക്കാണ്. ആ റോഡ് ബ്ലോക്കിന്റെ മുമ്പിൽ ആത്മീയതയൊക്കെ കാലിടും എന്നാണ് പറയുന്നതിന്റെ ഉദ്ദേശം. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, അത് എത്രത്തോളം ശരിയാവും എനിക്കറിയില്ല. അപ്പൊ അത് ആഗ്രഹങ്ങളാണ് നമ്മളെ ശരിക്ക് പലപ്പോഴും കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അടുത്തത്. ഐ ബിലീവ് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ good and evil is not the difference between spiritual and instinctual man. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെങ്കിൽ
നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയും ഒരാളുടെ എന്താ പറയാ സഹജാവബോധ ആഗ്രഹങ്ങളാൽ നയിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരാളും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസമല്ല. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ യൂസ് ഓഫ് ദ ഇൻസ്റ്റിങ്ക്ച്വൽ. അപ്പൊ ഈ സഹജാവബോധങ്ങളെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കുന്നു, അതോ ഇംപ്രോപ്പർ ആയിട്ടാണോ ഉപയോഗിക്കുന്നത്, അറിഞ്ഞുകൊണ്ടും കുഴപ്പത്തിൽ ചാടുകയാണോ, അതോ എന്താ പറയാ ചില ആൾക്കാർ അറിയാൻ ശ്രമിക്കുക പോലുമില്ല, അതാണോ, അതോ പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ ഒരു ഉപയോഗമാണോ? അതാണ് ശരിക്കുള്ള ആത്മീയതയായിട്ടുള്ള ഒരു എന്താ പറയാ ആത്മീയതയുടെ ആത്മീയതയല്ല, ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, അതായത് നന്മയും മോശമായതും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് വരുന്നത്. അതായത് വളരെ സിമ്പിളാണ്. നന്മയും ചീത്തയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്താലാണ് അയാൾ പല പ്രവൃത്തിയും ചെയ്യുന്നത്. ആഗ്രഹം ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല, ലക്ഷ്യബോധം ഉണ്ടാവില്ല. അപ്പൊ ആ ആഗ്രഹവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസമല്ല നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ബിൽഡബ്ല്യൂ വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ എന്താണ് ആ വിശ്വാസം അയാൾക്ക് വരുന്ന ആഗ്രഹങ്ങളെ അയാൾ എത്രത്തോളം ശരിയായിട്ടും തെറ്റായിട്ടും കൈകാര്യം ചെയ്യുന്നു എന്നുള്ള തമ്മിലുള്ള വ്യത്യാസം. എത്രത്തോളം വിവേകപൂർവം ഒരു മനുഷ്യൻ അയാളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുന്നു, അതാണ് അതിന്റെ സിമ്പിൾ, എൻ്റെ ആശയം അതാണ്. അതാണ് ശരിക്കുള്ള നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ബിൽഡബ്ല്യൂ വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫറൻസ് കഴിഞ്ഞു. Recognition and right channeling of the instinctual are the essence of achieving wholeness. അങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ്? റെക്കഗ്നിഷൻ ആൻഡ് റൈറ്റ് ചാനലിങ്, മനസ്സിലാക്കുക, കാര്യങ്ങളെ തിരിച്ചറിയുക, അതിനെ അംഗീകരിച്ചു കഴിഞ്ഞ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ മാത്രം പോരാ. റെക്കഗ്നിഷൻ ആൻഡ് റൈറ്റ് ചാനലിങ്ങിനെ കൃത്യമായ രീതിയിലുള്ള ദിശാബോധത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിന് അതിനെ അംഗീകരിക്കും വേണം. അപ്പോൾ കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാതെ മനസ്സിലാക്കിയിട്ട് അതിനെ അംഗീകരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ചാനലിങ് ഓഫ് ദി ഇൻസ്റ്റിങ്ക്ച്വൽ, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഈ ജന്മവാസനകളെ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളെ നമ്മൾ കൃത്യമായ ദിശയിൽ നയിക്കണം. അതുകൊണ്ട് നമ്മൾ സാറെ പറയല്ലേ, പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ദിശാബോധം ഇല്ലാത്ത ആളാണെന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അപ്പൊ ആ വഴിയിൽ ഇൻസ്റ്റിങ്ക്ച്വൽ ആർ ദ എസൻസ് ഓഫ് അച്ചീവിങ് ഹോൾനെസ്. അപ്പോൾ മാത്രമാണ് നമുക്കൊരു പൂർണ്ണമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ അതിനെ ആ ഹോൾനെസ്സിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ഹോൾനെസ്സിനെ എന്താ പറയാ, ഹോൾനെസ് ഒരിക്കലും പ്രാപ്തമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്തായാലും ഹോൾനെസ്സിനെ പ്രാപ്തമാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയാം. ഇതൊക്കെയാണ് ഇതിന്റെ സത്ത, അല്ലെങ്കിൽ മെയിൻ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. കുറച്ച് ഞാൻ പറഞ്ഞു, ഇത് ഒരു വളരെ സത്യം പറഞ്ഞ വളരെ റിലവൻസ് നമ്മുടെ ജീവിതം. ഇതൊരു ഹൈലി സ്പിരിച്വൽ ലെസണും കൂടിയാണ്. ഈ ഭാഗം, ഈ 2 ലെറ്ററുകളിൽ നിന്നും അടർത്തിയെടുത്ത ഭാഗം ഒരു സ്പിരിച്വൽ ലിവിങ്ങിന് നമ്മളൊക്കെ കൃത്യമായ ഉള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ്. ആഗ്രഹങ്ങൾ കുഴപ്പമുണ്ടോ? നോ, ആഗ്രഹങ്ങൾ കുഴപ്പമില്ല, ആഗ്രഹങ്ങൾ വേണം. എന്നാൽ ആഗ്രഹം കൃത്യമായ ദിശാബോധത്തോട് നയിച്ച് ജീവിച്ചാൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഈ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഹോൾനെസ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഹോൾനെസ് പറഞ്ഞാൽ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റും. പരിപൂർണതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ വാക്യാർത്ഥമല്ലാത്ത ഒരു അർത്ഥം കൂടി കൊടുക്കും. പല കാര്യങ്ങൾക്കും പല തലങ്ങളിലുള്ള അർത്ഥം ഉണ്ടാവും. സ്ഥൂലമായ ഒരു അർത്ഥം ഉണ്ടാവും, ഒരു വായിച്ചു പോകുമ്പോൾ കിട്ടുന്ന അർത്ഥം. അല്ലാണ്ട് അതിന്റെ വാച്യാർത്ഥം വേറെ അന്തർലീനമായ അർത്ഥം ഉണ്ടാവും.
പിന്നെ അതിൻ്റെ എല്ലാം ആത്മീയ വശമുണ്ട്. ഇവിടെ ആത്മീയ വശത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ, ഞാൻ ഹോൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പരിപൂർണനാവുക എന്ന് പറഞ്ഞു ഞാൻ ദൈവമായി ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ അതേ ക്വാളിറ്റികൾ എന്നിൽ വരിക എന്നുള്ളതാണ്. അപ്പോ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിൽ ഒരു പരിപൂർണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. ജന്മവാസനകളെ കൊണ്ട് വരുന്ന ഇൻസ്റ്റിങ്സ്, ആഗ്രഹം എന്നും കൂടി പറഞ്ഞിട്ടില്ല, ഡിസയർ എന്നും കൂടി പറഞ്ഞില്ല, ജന്മവാസനകളെ നിയന്ത്രിക്കണം. അപ്പൊ ജന്മവാസനകളിൽ കൂടെയാണ് നമുക്ക് ഈ നമ്മളുടെ എന്താ പറയാ ഓരോ ആവശ്യങ്ങളും കൂടി വരുന്നത്. നമ്മളുടെ സാധാരണ പഞ്ചേന്ദ്രിയങ്ങളുടെ ആവശ്യം അതിനെ വരെ മിനിമൈസ് ചെയ്ത് നിയന്ത്രിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കറക്റ്റ് ആ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഈശ്വരൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപൂർണതയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു അർത്ഥം കൂടി ഇതില് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ 2-3 സ്ഥലത്ത് ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പരിഹാരമുണ്ട് എന്നുള്ള ആ 2-ാം അധ്യായത്തിൽ പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ദൈവം എന്താണെന്ന്, ആ ദൈവത്തിനെ അടുത്തറിയലാണ് ആവശ്യം. അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിൽ പറഞ്ഞു. ആ 5-ാം അധ്യായത്തില് ഇപ്പോൾ നിങ്ങൾ അവനെ കണ്ടെത്താൻ ഇടവരുത്തുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് 4-ാം അധ്യായത്തിൽ എങ്ങനെയാണ് വേണ്ടത് എവിടെയാണ് ദൈവം, എന്താണ് നമ്മൾ ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്? ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരു വലിയ ഒരു സ്പിരിച്വൽ ലെസൺ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്, മൈ ഇൻഫറൻസ്. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാം. പിന്നെ ഈ പേജ് സൂചിപ്പിക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോബ്ലം, അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, സെൽഫിഷ്നെസ്, നമ്മുടെ സ്വാർത്ഥതകൾ, പിന്നെ സർവീസ്, സേവനം, പിന്നെ സ്പിരിച്വൽ ലിവിങ്, ആത്മീയമായി, ഇതിനെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഹെഡിങ് തന്നെ ഇതായിരുന്നല്ലോ, ആസ്പെക്ട്സ് ഓഫ് സ്പിരിച്വാലിറ്റി ആയിരുന്നു. അതാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് ഈ പറഞ്ഞത്. അപ്പം സ്പിരിച്വാലിറ്റിയുടെ ആസ്പെക്ട്സ് ആവുകൊണ്ടാണ് ഞാൻ ഇതിൽ മറ്റേ ഒരർത്ഥം കൂടി ഞാൻ കണ്ടത്, ആ ഒരു വശം കൂടി. അതായത് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ വിവിധ വശങ്ങളെ പരിഗണിക്കുമ്പോൾ ഈ ഒരു വശവും കൂടി ഞാൻ കണ്ടു. അതിലേക്ക് ഒരു പൂർണ്ണതയിലേക്ക് പോവാ. എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യണ്ടോ ഇതില്? ഇവിടെ ഇല്ല. അച്ഛനായിട്ട് ഒരു അല്പം കൂടെ സിമ്പിൾ ആയിട്ട് അതൊന്ന് പറയാൻ പറ്റുമോ? ഒരു നമ്മളത് രണ്ടുകൂടെ പറഞ്ഞു. ഈ നമ്മുടെ ഭൗതികമായ എല്ലാ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും അതിന്റെ സ്പിരിച്വൽ ആസ്പെക്ട് കൂടെ പരിഗണിച്ചുകൊണ്ട് വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാവും. ഇതെല്ലാം കൂടി മൊത്തമായി എല്ലാം കൂടി ശരിയാണ് സാർ. സാറ് പറഞ്ഞ ശരി. ഞാൻ അതുകൊണ്ട് ചോദിച്ചു, ഇതിലൊക്കെ ആരെങ്കിലൊക്കെ ആഡ് ചെയ്യണം. ഞാൻ പറയുന്നത്, ഞാൻ ഈ വായിച്ചിട്ട് ഉള്ള തർജ്ജമ കൂടിയാവുമ്പോ അതിനോട് ഞാൻ കൂടുതൽ ചിലപ്പോൾ ഒട്ടി നിൽക്കും. അപ്പൊ അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ആരെങ്കിലും പറയും. ഇത് പക്ഷെ ഒരു ഹൈലി സ്പിരിച്വൽ ലെസൺ ആണ്, യാതൊരു സംശയമില്ല. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതും എന്തൊക്കെ അരുത് എന്നുള്ളതും കൂടി ഒരു വാണിംഗ് കൂടെ തരുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ
ആത്മീയ ജീവിതത്തിന് ഉള്ള കുറച്ച് എലിജിബിലിറ്റികളുണ്ട്. അത് ഏതൊരു ആത്മീയ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, മറ്റേ ഹിന്ദു ആയിക്കോട്ടെ, സൂഫി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ആ സന്യാസ ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അവിടെ അവരാദ്യം കുറച്ച് എലിജിബിലിറ്റി നോക്കും. ആ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്താണെന്നുണ്ടെങ്കിൽ കുറേ ക്വാളിറ്റീസ്, നമ്മുടെ ഉള്ളിലുള്ള കുറേ സ്വഭാവങ്ങളെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ എന്നാണ് കണക്കാക്കുന്നത്. എല്ലാവരും ഏതൊരു സത്യം പറഞ്ഞ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ കോറിഡോർ അപ്പൊ ആർക്ക് വേണമെങ്കിൽ ഏത് മതത്തിന്റെ കോറിഡോറിൽ കൂടെ പോവാം. പക്ഷെ അവിടെ കോറിഡോറിൽ കാണുന്ന കാഴ്ചകൾ സത്യമാണെന്ന് വിചാരിച്ച് അത് അവിടെ തങ്ങി നിൽക്കരുത്, ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ആ സ്പിരിച്വൽ ലിവിങ്ങിലേക്ക് പോയിരുന്നു. അപ്പൊ ആ സ്പിരിച്വാലിറ്റിക്ക് വരുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള വേണ്ട 1-2 കാര്യങ്ങളാണ്. പറഞ്ഞ വിവേകം, അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് കാര്യങ്ങളോട് ഒരു സമഭാവന, അത് നമുക്ക് പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ കൂടുതലായി സന്തോഷിക്കുന്നില്ല, കൂടുതലായി സങ്കടപ്പെടുന്നില്ല. ദുഃഖം വന്നാലും വലിയ സന്തോഷാനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആരും തുള്ളിച്ചാടണം ഞാൻ കണ്ടിട്ടില്ല. പ്രോഗ്രാമിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാർ അവരതിനൊക്കെ ഒരു സമചിത്ത എടുക്കും. ഇറ്റ്സ് ഓക്കെ, ശരി, ഹാപ്പി, യെസ് ഐ ആം ഹാപ്പി, ഐ ആം ജോയ്ഫുൾ, ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഐ വിൽ എന്താ പറയുക ഞാൻ ഡാൻസ് ചെയ്യുന്നൊന്നും കാണാറില്ല സാർ ആൾക്കാർ. അതുപോലെ ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് അതിൽ തന്നെ രമിച്ചിരുന്ന് അതിൽ തന്നെ നിരാശനായി ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരും കാണാറില്ല. അപ്പൊ അതൊക്കെ സമയത്തോടെടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് ക്ഷമ, സഹിഷ്ണുത മുതലായ കുറെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് അച്ചടക്കബോധം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങള് മിനിമം അങ്ങനത്തെ കുറച്ച് ക്വാളിഫിക്കേഷൻസ്. അത് മൊത്തം എടുക്കുന്നില്ല, പിന്നീട് സന്യാസ ജീവിതത്തിൽ അവർ കൂടുതൽ അവിടെ അതിനെ റിഫൈൻ ചെയ്ത് കൂടുതലാക്കി തരും. പക്ഷെ അതിക്ക് മുമ്പായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോ അതിനോടുള്ള ഒരു എന്താ പറയാ അഭിരുചി അല്ലെങ്കിൽ ആഭിമുഖ്യമൊക്കെ ഉള്ള ആൾക്കാരെ മാത്രമേ ഇവര് അത് ഏത് മതമായിക്കോട്ടെ അവര് സന്യാസ ജീവിതത്തിലേക്ക് എടുക്കുള്ളൂ. അപ്പൊ അത് ഈ സന്യാസ ജീവിതത്തിൽ പിന്നീട് എന്താ വെച്ചാൽ ആത്മീയതയായിട്ട് പോകണം. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, പൗരോഹിത്യമല്ല സന്യാസം. പ്ലീസ്, പുരോഹിതന്മാരെല്ലാവരും സന്യാസികളൊന്നുമല്ല. ഇവിടെ നമുക്ക് അതാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ മതവും എന്താ പറയാ ആത്മീയതയും കൂടി തെറ്റിദ്ധരിക്കപ്പെടുക. അവരൊക്കെ ഈ കോറിഡോറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിൽ ചില ആൾക്കാർ ആത്മീയതയുടെ ഉന്നതി നേടിയ ആൾക്കാരുണ്ടാവും, ഇല്ല എന്നല്ല പറഞ്ഞു. അത് എല്ലാ പുരോഹിതന്മാരും അത് ഏത് മതത്തിലായിക്കോട്ടെ അവരൊന്നും ആത്മീയതയായിട്ട് ചിലപ്പോൾ കുലകൊളി ബന്ധം പോലും ഉണ്ടാവില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, അത് ചെയ്യുന്നു. അവർ ചിലപ്പോൾ അതിൽ തന്നെ തങ്ങി നിൽക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർ അതിൽ കൂടുതൽ ഔന്നത്യത്തിൽ എത്തുന്നവരുണ്ടാവും, ആത്മീയ ലെവലിലേക്ക് എത്തുന്നവരും ഉണ്ടാവും. അപ്പൊ എല്ലാവരും കണ്ടിട്ട് നമ്മൾ ചെയ്യണ്ട. അപ്പൊ ഞാനിത് പറഞ്ഞു ഉദ്ദേശിച്ചു വന്നത് എന്താണെങ്കിൽ അതുപോലത്തെ ഒരു ജീവിതമാണ് അപ്പൊ നമുക്കത് എയിൽ കാണാം. നമുക്കത് എവിടുന്ന തുടങ്ങാം? നമ്മളുടെ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് നമ്മൾ തുടങ്ങുമ്പോൾ, അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് നമ്മൾ 4th സ്റ്റെപ്പിൽ തുടങ്ങുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ 3-ാം പടിയിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശ്വരന് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്യും. അതാണ് ടു ബിൽഡ് മീ ആൻഡ് ടു ഡൂ വിത്ത് മീ ആസ് ദൗ വിൽറ്റ്. നമ്മൾ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് എന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ, എന്നെ ഒന്ന് പുനർനിർമ്മിക്കാൻ, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ. ഇത് രണ്ടോ പറയണം ആ 3-ാം പടി പ്രാർത്ഥന. അപ്പൊ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ പ്രവർത്തിച്ച് എന്നെ ഒരുക്കിയെടുക്കണം, സജ്ജമാക്കിയെടുക്കണം. അതിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്നിട്ട് പിന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് ഞങ്ങളെല്ലാം സ്വയം അദ്ദേഹത്തിൽ ഉപേക്ഷിച്ചു, അല്ലേ?
ആ ഉപേക്ഷിക്കൽ നടക്കണില്ല. സോ അവിടെ എന്ത് പറ്റുന്നു? അപ്പോഴാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ആയിട്ട് ബാക്കിയുള്ള പടികളിൽ കൂടെ പോകുന്നത്. എനിക്കത് സാധിക്കുന്നില്ല. അപ്പൊ അതിന് മുമ്പ് രണ്ടാം പടിയിലും ക്ലിയർ ഔട്ട് ചെയ്യാണ്ട് വിശ്വാസം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അത് ഒരു വശം അവിടെ ഉണ്ട്. പക്ഷെ വേണ്ട, ഈ മൂന്നാം പടിയത്തെ ഈ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റാതാവുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ള പടികൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞാൻ എൻ്റെ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 4 മുതൽ 9 വരെയുള്ള പടികളൊക്കെ ചെയ്യുന്നു. 10ാം പടിയിൽ ഇതിനൊക്കെ എല്ലാം നമ്മൾ ദൈനംദിനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അവിടെ ഒരു ഒരളവ് വരെയെങ്കിലും ഈ ഇൻസ്റ്റിങ്സ്, നമ്മളുടെ ജന്മവാസനകളൊക്കെ നിയന്ത്രണ വിധേയമായി തീരുന്നത്. അങ്ങനെ നിയന്ത്രണ വിധേയമായ ജന്മവാസനകളുടെ മുകളിലാണ് പിന്നീട് മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ഒരു നിഷ്കാമ കർമ്മം ചെയ്യാനായിട്ടുള്ള 12ാം പടിയിലത്തെ ഒരു ആഹ്വാനമാണ്. സത്യസന്ധതയോടുകൂടി എല്ലാ വ്യവഹാരങ്ങളിലും ഞാൻ ഒന്നും ആഗ്രഹിക്കാണ്ട് 11ാം പടിയിൽ പറഞ്ഞ പോലെ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് 11ഉം 12ഉം പടി കൂടി രണ്ടും കൂടി ഒന്ന് കോർത്തിണക്കി നോക്കൂ. അപ്പൊ മനസ്സിലാവും ഞാൻ നിഷ്കാമ കർമ്മത്തിന് തയ്യാറാവുകയാണ്. ഇവിടെ 10ാം പടി വരെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരു ബാലൻസറാവും. എന്നിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവണം എൻ്റെ അപര്യാപ്തത. അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പലതും പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ വീണ്ടും എനിക്ക് എൻ്റെ പല പ്രശ്നങ്ങളെയും എനിക്ക് ത്യജിക്കേണ്ടതുണ്ട്. എൻ്റെ പല മുൻവിധികള്, പല പല പ്രശ്നങ്ങളെ. അതിനാണ് പാരമ്പര്യം. ആ പാരമ്പര്യങ്ങളിൽ തന്നെ സാക്രിഫൈസ് ആണ്. പാരമ്പര്യങ്ങളെ ലിസ്റ്റ് ഓഫ് സാക്രിഫൈസസ് പറഞ്ഞിട്ടുണ്ട്. ഈ സാക്രിഫൈസ് എന്നുള്ള വാക്കാണ് ശരിക്കും സന്യാസം എന്നുള്ളതിന്റെ ത്യാഗം എന്നാണ് സന്യാസം എന്നുള്ള വാക്കിനർത്ഥം. അപ്പൊ ഒരു ത്യജിക്കലാണ്. ഓരോരോ എൻ്റെ അഭിമാന ബോധത്തിന് വീണ്ടും വീണ്ടും ഞാൻ റിഫൈൻ ചെയ്ത് മൊത്തം പ്രവർത്തിക്കാൻ ഞാൻ എൻ്റെ തയ്യാറാണ്. അപ്പോഴാണ് നമ്മൾ ആ സ്പിരിച്വാലിറ്റി അങ്ങനെ എത്തിപ്പെടുമ്പോൾ നമ്മൾ എല്ലാ വ്യവഹാരങ്ങളും നമ്മളിത് പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഘട്ടം. ആ ഒരു ഘട്ടത്തില് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോഴും വീണ്ടും ജന്മവാസനകൾ വരും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനെക്കുറിച്ച് ആ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് അതിന് മുമ്പുള്ള ആൾക്കാർക്ക് വരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് ഒരു പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഇതൊക്കെ ഡിബേറ്റബിൾ ആണ്. എത്രത്തോളം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ബിൽഡപ്പ് എഴുതിയ കത്താണ്. ഏത് അവസരത്തിൽ എങ്ങനെ ചെയ്ത് എനിക്കറിയില്ല. എത്ര വർഷം മുമ്പ് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ. അപ്പോ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് വളരെ, അതുകൊണ്ട് ഞാൻ ദിസ് ഈസ് എ സ്പിരിച്വൽ ലെസൺ എന്നാണ് ഞാൻ. നമുക്കൊരു നമ്മളെ പഠിപ്പിക്കാൻ കൂടെ ഒരു വളരെ കുറച്ചേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്, വളരെ വിപുലമാണ്. ഒന്ന് മാത്രമല്ല, ഈ പറഞ്ഞതിൽ മാത്രം നിൽക്കരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞത് ഇപ്പൊ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ പറഞ്ഞതിൽ നിൽക്കാതെ അതിനെ കൂടുതൽ വിപുലമായിട്ട് ആലോചിക്കുമ്പോൾ, ഇനി അത് എൻ്റെ ഭ്രാന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോണത് എന്താണ്, കാരണം എനിക്ക് ചില സമയത്ത് വിൽഡബ്ല്യുവിന്റെ പല ഇതേപോലത്തെ ലേഖനങ്ങളിലൊക്കെ വാചകങ്ങൾക്കൊക്കെ ഞാൻ പല മാഗ്നിറ്റ്യൂഡിൽ അതിന്റെ അർത്ഥം കാണാറുണ്ട്. ആ ഒറ്റ അളവിലല്ല കാണാറ് അർത്ഥം. അല്ലെങ്കിൽ ആ വാക്ക്, ഒരു വാചകം എന്താണ് കണ്ടത്, അത് ബിഗ് ബുക്കിൽ തന്നെ നമ്മൾ ഓരോ തവണ ബിഗ് ബുക്ക് വായിക്കുമ്പോഴും അതിൽ അർത്ഥവ്യത്യാസങ്ങൾ കാണാറുണ്ട്. അത് ഞാൻ മാത്രം പറഞ്ഞല്ല, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബുക്ക് ഓരോ തവണ വായിക്കുമ്പോൾ വ്യത്യാസം പറ്റുന്നുണ്ട്. തന്നെ 12 ഇതിന് ഒരു എന്താ പറയുക ഉദാഹരണമാണ്. 12 ഡീപ്പായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ വലിയ വലിയ അർത്ഥം മനസ്സിലാക്കും. ഇപ്പോൾ ബിഗ് ബുക്ക് മാത്രം വായിച്ചാൽ കിട്ടാത്ത കുറെ കാര്യങ്ങളാണ് 12 പടികളുടെ ലേഖനങ്ങൾ വായിക്കും. പിന്നെ കുറെ തിരിച്ചറിവുകളാണ് പാരമ്പര്യങ്ങളുടെ ലേഖനങ്ങൾ വായിക്കും. അപ്പോൾ ഇതെല്ലാം നയിക്കുന്നത് എവിടേക്കാണ്?
ഇതിൽ പറഞ്ഞൊരു പൂർണ്ണത, എനിക്ക് ആ പൂർണ്ണത എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ പോയത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കില്ല. കണ്ടോ, അവസാനത്തെ പറഞ്ഞ റെക്കഗ്നിഷൻ ആൻഡ് റൈറ്റ് ചാനലിംഗ് ഓഫ് ദ ഇൻസ്റ്റിങ്ച്വൽ ആർ ദ എസെൻസ് ഓഫ് അച്ചീവിങ് ഹോൾനെസ്. ആ പൂർണ്ണതയെ പ്രാപ്തമാക്കാനായിട്ട്, ടു അച്ചീവ്, അത് എനിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്താണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെനിക്ക് എടുക്കാം, എനിക്ക് അതിനെനിക്ക് എൻ്റേതാക്കാം. അപ്പൊ ടു അച്ചീവ്, ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു നിലയിലെത്താം എന്നുള്ളതാണ്. അപ്പൊ ടു അച്ചീവ് ഹോൾനെസ്, അതിന്റെ എസൻസ് എന്താണ്? ആ എസൻസ് റെക്കഗ്നിഷൻ ആൻഡ് റൈറ്റ് ചാനലിംഗ് ഓഫ് ദ ഇൻസ്റ്റിങ്ച്വൽ ആർ ദ എസൻസ് ഓഫ് അച്ചീവിങ് ഹോൾനെസ്. ഇതാണ് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. അപ്പോ ജോസഫ് സാർ അത് കൃത്യമായിട്ട് ഒരു വാചകത്തിൽ പറഞ്ഞു, ഇല്ല എന്നല്ല പറഞ്ഞു. ഇവിടെ അത് ഞാൻ പിന്നെയും കൂടുതൽ എടുക്കുകയാണ്. ഇതിൽ തെറ്റുണ്ടോ സാർ? ജോസഫ് സാർ പറയൂ. ഇല്ല ചേട്ടാ, ഞാനേ ഒന്നത് എന്നോടൊന്ന് വേറൊരു വാർത്ത അതിന്റെ ഒരു ഇതിലിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അശോകേട്ട അവസാനം പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോണ്ടി വന്നു. നമ്മുടെ ഒരു എഐക്ക് സന്ദേശം കൊടുത്ത് ഒരു പല പ്രാവശ്യം കൊണ്ടുവന്നു, ഡി അഡിക്ഷൻ ആയി, അവസാനം ഇപ്പൊ വിജിലൻസ് കേസിൽ പ്രതിയും കൂടെ ആയിരുന്നു വാർത്ത എഴുതി കാണിക്കുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ഓഫീസറാ. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്ന് പോയി ഞാൻ വിളിച്ചപ്പോ. സാരമില്ല, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ അടുത്ത പേജിൽ പോവാം. അടുത്തത് റൂട്ട് അപ്ഡേറ്റ്, ഇമോഷണൽ സോബറിറ്റി. ഇത് വളരെ ഏറ്റവും ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മളെ കൊണ്ടുവരുന്ന അങ്ങോട്ടാണ്. വൈകാരികമായുള്ള സുബോധം. ഓക്കെ, ഗ്രേപ്പ് വൈൻ, ജാനുവരി 1958. ഒരു മിനിറ്റ് എടുക്കട്ടെ. ഇതിൽ കുറച്ചൊരു കേട്ടോ ആ ലേഖനത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അപ്പോൾ എഡിറ്റഡ് എറൗണ്ട് ഇതിൽ തന്നെ വായിക്കുന്നുള്ളൂ. പക്ഷെ ആ ലേഖനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ലേഖനം ലാംഗ്വേജ് ഓഫ് തോട്ട് ഉള്ളവർക്ക് 236 എന്ന പേജ് നമ്പർ തുടങ്ങുന്നത്. ഈ അടർത്തിയെടുത്ത ഭാഗം ഒരു മിനിറ്റ് നോക്കട്ടെ. അത് ഇതിന്റെ ലാസ്റ്റ് 238 പേജ് നമ്പർ, ലാസ്റ്റ് ബട്ട് ഉണ്ടാകും. ഓക്കെ, അതിന് മുമ്പായിട്ട് അതില് ആ ലേഖനത്തിന്റെ പേര് ഇതാണ്, ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ, ഇമോഷണൽ സോബറിറ്റി. ഓക്കെ, this article is the substance of a letter Bill wrote to a close friend who also had troublesome depression. അപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, വളരെ ബുദ്ധിമുട്ട്, നിരാശതിരിക്കുക, എന്താ പറയുക, ഡിപ്രഷൻ എന്നുള്ളതിന് എന്ത് രോഗം എന്താ പറയുക, നിരാശാബാധിതനായിട്ടുള്ള അതിലേക്ക് പോയ ഒരാള് ഉള്ള ഒരു കത്തായിട്ടുണ്ട്. അത് ആ കത്തിന്റെ ഭാഗങ്ങളാണ്. ഇല്ലെങ്കിൽ ആ കത്തിൽ കൊടുത്ത കാര്യങ്ങൾ വേറെ ലേഖനമായിട്ട് പിന്നീട് ഇതിൽ പറഞ്ഞ എന്താണെന്ന് നോക്കാം. വൈകാരിക സുബോധമാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മൾ എങ്ങനെ സമയത്തോടെ പെരുമാറുന്നു. So, if we examine every disturbance we have, great or small, we will find at the root of it some unhealthy dependency and its consequent unhealthy demand. Let us, with God's help, continually surrender these hobbling liabilities. Then we can set free to live and love. We may then be able to 12-step ourselves as well as others into emotional sobriety. ഇത് നോക്കൂ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഓരോ സമയത്തും അറിയാൻ പറ്റും. അതിൽ പറയണ ഈ ഭാഗങ്ങൾ തന്നെ വളരെ ഇതാണ്. നമ്മൾ സ്വയം നമ്മളെ രക്ഷിക്കേണ്ട കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കാം. ഇഫ് വി എക്സാമിൻ എവറി ഡിസ്റ്റർബൻസ് വി ഹാവ്, great or small, we will find at the root of it some unhealthy dependency and its consequent unhealthy demand. ഇത് സാധാരണ ഒരുവിധം എല്ലാ സ്പോൺസർമാരും പറയുന്ന കാര്യം.
നമ്മളെ സ്പോൺസർമാർ അവരോട് ചിലപ്പോൾ ചില പ്രത്യേക ഘട്ടത്തിൽ ഫോൺ ചെയ്ത് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം ഉണ്ടെന്ന് ഫോൺ ചെയ്തിട്ടോ അല്ലാതെ നേരിട്ട് കണ്ടിട്ടോ ഒക്കെ പറയുമ്പോൾ പറയും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. സോ ഇതിന്റെ ഒരു ഉത്തരം തന്നെ അതാണ്, ഗോ ടു യുവർ ബേസിക്സ്. 1, 2, 3 പടികൾ എത്തിയില്ല. കാരണം അവനവൻ എന്തെങ്കിലും മാനസികമായ ഒരു പ്രശ്നങ്ങളുടെ വൈകാരികമായ ഒരു വിഷയത്തിൽ കിടന്നുഴലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവനവന്റെ ഈ സ്റ്റെപ്സിലൂടെയുള്ള അല്ലെങ്കിൽ ഈ ആത്മീയ ജീവിതത്തിൽ എവിടേക്കോ ചില കുറവുകൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഇതൊരു ദൈനംദിനമായിട്ടുള്ള നിത്യശാന്തി മാത്രമാണല്ലോ, ഇത് നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടല്ലേ. അതുകൊണ്ട് അപ്പൊ അങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് മിക്കവാറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാനും പലരോടും പറയാം. അത് സത്യമാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഞാൻ പറയാം, എനിക്കൊരു പ്രാവശ്യം വല്ലാണ്ട് ഞങ്ങളുടെ ഒരു ഞാൻ സർവീസിലുള്ള സമയത്താണ് ഒരു ബോർഡ് മീറ്റിംഗ് സമയത്ത് അവിടെയുള്ള എൻ്റെ ഒരു കോർട്ട് ട്രസ്റ്റി അടുത്ത് എനിക്ക് വല്ലാതെ, കാരണം എനിക്ക് മനസ്സിലായി അദ്ദേഹം ചില സ്വാർത്ഥമായ രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളാണ് എന്നുള്ളത്. ഞാൻ സ്വതവേ സംയമനം വിടാത്ത ഒരാളായിരുന്നു. മറ്റു പലരും സംയമനം വിടുമ്പോൾ അവിടെ ചില സമയത്തൊക്കെ ഞാനാണ് ശാന്തരാക്കിയത്. അവിടെ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് എന്റെ സംയമനം വിട്ടുപോയി. അത് കഴിഞ്ഞു ഞാൻ അവിടുന്ന് വന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ സ്പോൺസറെ വിളിച്ചു. എന്നിട്ട് ഞാനിത് പറയാൻ പോകുമ്പോൾ അദ്ദേഹം കുറച്ചു നേരം കേട്ടു. കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു തന്നു, നമ്മള് 4ാമത്തെ പാരമ്പര്യത്തില് റൂൾ നമ്പർ 62 ഓഫ് ബെഡക്ടൺ ഗ്രൂപ്പ് അതെടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു എന്താ കാര്യം. ഞാൻ പറഞ്ഞു സോറി സാർ, എനിക്കപ്പം തന്നെ തിരുത്താൻ പറ്റി. നമ്മള് ലിറ്ററേച്ചറായിട്ടുള്ള ബന്ധം കൂടി ഉണ്ടാവേണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തിരുത്താൻ പറ്റും. അതായത് തന്നിൽ തന്നെ അവനോട് തന്നെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാതിരിക്കാനാണ് പറഞ്ഞത്. തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പിന്നെ നാട്ടിൽ വന്നു. 2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗോ ടു യുവർ ബേസിക്സ്. എവിടെയോ പ്രോബ്ലം വന്നിട്ടുണ്ട്. 1, 2, 3 സ്റ്റെപ്പിൽ എവിടെ പ്രോബ്ലം വന്നിട്ടുണ്ട്. ശരിയാണ്, എന്റെ ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ എന്നുള്ള ആ സ്റ്റെപ്പ് മുതൽ തന്നെ എന്റെ തെറ്റിപ്പോയി. 1ാം പടിയിലത്തെ ആദ്യത്തെ കാര്യമായിരുന്നു. എനിക്കത് ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ മതിയായിരുന്നു. ആ വ്യക്തിയും മനുഷ്യനാണെങ്കിൽ സ്വാർത്ഥത ഉണ്ടാവും. സ്വാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പെരുമാറി കഴിഞ്ഞാൽ ഒരു അത്ഭുതമില്ല. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടോ എനിക്ക് വൈകാരികമായിട്ടുള്ള ഒരു വിക്ഷുബ്ധത വന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, അവിടെ ഈ ബാക്ക് ടു ബേസിക്സ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. So if we examine every disturbances we have, great or small, we will find at the root of it, അതായത് അതിന്റെ പേരില് സം അനാരോഗ്യകരമായ ഡിപ്പെൻഡൻസി, അതായത് ആശ്രയത്വം, ആൻഡ് ഇറ്റ്സ് കോൺസിക്വന്റ് അൺഹെൽത്തി ഡിമാൻഡ്. ഒരു അനാരോഗ്യകരമായ ആശ്രയത്വവും അതിനെ തുടർന്നുണ്ടാവുന്ന അനാരോഗ്യകരമായ ഒരു എന്താ പറയാ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നുള്ള ആ ഒരു ആവശ്യപ്പെടൽ ഉണ്ടാവും എന്ന് കാണാം. അപ്പൊ നമ്മളുടെ സാധാരണ ഡിസ്റ്റർബൻസസ് വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കാരണമാണ് പറയാറ്, സാധാരണ അന്നത്തെ ദിവസം ഒരു AM മീറ്റിങ്ങിന് പോകും, ശരിയാവും. അല്ലെങ്കിൽ ഒരു 12 സ്റ്റെപ്പ് വർക്ക് കിട്ടണമെങ്കിൽ അതിന് പോകും. ഇനി ഒന്നുമില്ലെങ്കിൽ ലിറ്ററേച്ചർ വായിക്കുക. ലിറ്ററേച്ചറിൽ പല സമയത്തും എന്നെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ചില വൈകാരികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ബിഗ് ബുക്കിന്റെ ബാക്കിലുള്ള, വലിയ ബുക്കാണ് ഞാൻ പറഞ്ഞത്, ബാക്കിലുള്ള പേഴ്സണൽ സ്റ്റോറീസ് അതിലെ കൂടെ ഒന്ന് വായിക്കും. അത് വളരെയധികം എന്താ പറയാ മനസ്സിന് ആശ്വാസം തരുന്ന അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഇപ്പൊ വലിയ ബിഗ് ബുക്കിൽ 3rd എഡിഷൻ 4th എഡിഷൻ എല്ലാ എഡിഷനിലും ഉണ്ട്. 2nd എഡിഷൻ മുതലുണ്ട്.
സെക്കൻഡറി സെന്റ് പുറത്തൊക്കെ അത് എനിക്കൊക്കെ ഓരോ സ്ഥലത്ത് കിട്ടിയത് ഞാൻ വാങ്ങിയതൊക്കെ തന്നെയാണ്. അപ്പൊ അതിലൊക്കെ ഏതെങ്കിലും എടുത്തിട്ട് ബാക്കിലുള്ള സ്റ്റോറുകൾ വായിച്ചുണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാം. ഓക്കെ, പിന്നെ അപ്പോ ലെറ്റസ് വിത്ത് ഗോഡ്സ് ഹെൽപ്പ് കണ്ടിന്യൂലി സറണ്ടർ ദീസ് ഹോബിളിംഗ് ലയബിലിറ്റീസ്. അപ്പൊ ആ ഈശ്വരന്റെ സഹായത്താൽ തുടർച്ചയായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഈ ഹോബിളിംഗ് ലയബിലിറ്റി, ഹോബിളിംഗ് എന്ന് പറഞ്ഞാൽ ചൊണ്ടി അടക്കാന്നൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ മുടന്തറായിട്ടുള്ള അങ്ങനെ മുടന്തി വരുന്ന ഈ ബാധ്യതകൾ, അതായത് എപ്പോഴും ഉണ്ടാവില്ല, അത് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ആയിരിക്കണം ഈ ഹോബിളിംഗ് എന്നൊക്കെ ഉപയോഗിച്ചത്. ഹോബിളിംഗ് ലയബിലിറ്റി, അതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കട്ടെ, അതിനെയൊക്കെ ഈശ്വരങ്ങൾ സമർപ്പിക്കാൻ സാധിക്കട്ടെ. നമുക്കതൊക്കെ അങ്ങനെ ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളെ തന്നെ അനുവദിക്കട്ടെ, ഈശ്വര സഹായത്താലായിട്ട് ഇതിനൊക്കെ അനുവദിക്കട്ടെ. പിന്നെയോ, then we can be set free to live and love. എന്താ നമ്മളിൽ നിന്ന് നമുക്ക് ഫ്രീഡം കിട്ടും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ എന്താ പറയാ മോചിതരാക്കാം. ഇതിൽ നിന്ന് ബി സെറ്റ് ഫ്രീ ടു ലിവ് ആൻഡ് ലവ്, ജീവിക്കാനും സ്നേഹിക്കാനും നമ്മളെ തന്നെ ബന്ധനവിമുക്തനാക്കാം. നമ്മൾ സ്വാർത്ഥതയുടെ ബന്ധനത്തിൽ പെട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് നമ്മൾ ബന്ധനവിമുക്തരാക്കാം. അപ്പൊ നമുക്ക് ജീവിക്കാം, സ്നേഹിക്കാം. അപ്പൊ അതിന് നമ്മൾ പര്യാപ്തമാക്കാം. We may then be able to 12-step ourselves. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ 12-ാം പടി ചെയ്ത് ഉയർത്തിയെടുക്കാൻ പറ്റും. ആസ് വെൽ ആസ് അതേഴ്സ്, അതുപോലെ മറ്റുള്ളവരെയും into emotional sobriety. ആ 12-ാം പടി എന്തിരിക്കുകയാണ്? വൈകാരിക സുബോധത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഉയർത്തിയെടുക്കാനും അതുപോലെ മറ്റുള്ളവരെ എടുക്കാനും പറ്റും. ഇതിന് ഏറ്റവും വലിയ സഹായകരമായ ഒരു വസ്തുവാണ്, ഒരു കാര്യമാണ്, വസ്തുവല്ല, ഒരു കാര്യമാണ് സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രയർ. ഇത് നമ്മളെ ഈ പറയുന്ന പോലെ നമ്മളെ തന്നെ 12 സ്റ്റെപ്പ് ചെയ്തെടുക്കും, വൈകാരിക സുബോധത്തിലേക്ക് എത്തിക്കും. 3rd സ്റ്റെപ്പ്, 7th സ്റ്റെപ്പ് ആൻഡ് ഫ്രാൻസിസ് ഓഫ് പ്രയർ, സെയിന്റ് ഫ്രാൻസിസ് പ്രയർ, ഇത് മൂന്നും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിക്ക് മുമ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം, അത് 4th സ്റ്റെപ്പിന്റെ അവിടെ വരുന്നത്, 10th സ്റ്റെപ്പിന്റെ ഒക്കെ അവിടെ വരുന്ന വേറൊരു പ്രയറൊക്കെ, 10th 11th ആ സമയത്ത് അവിടെ വരുന്ന ചില പ്രയറുകൾ. ടുഡേ ലെറ്റ് മീ ബി ഡിവോഴ്സ് ഫ്രം സെൽഫ് പിറ്റി, ഡിസോണസ്റ്റ് ആൻഡ് സെൽഫ് സീക്കിംഗ് മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നുണ്ട്. ആ 10th 11th സ്റ്റെപ്പിന്റെ അവിടെ ഇന്നത്തെ ദിവസം എന്നെ എന്താ പറയാ ധർക്കാര്യ മാത്ര നിശ്ചയിൽ നിന്നും സ്വയം സഹതാപത്തിൽ നിന്നൊക്കെ മുക്തനാക്കാൻ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ. അതുപോലെ പിന്നെ 3rd സ്റ്റെപ്പ്, 7th സ്റ്റെപ്പ്, അതേപോലെ ഈ സെയിന്റ് ഫ്രാൻസിസിന്റെ പ്രയർ. അതുപോലെ 4th സ്റ്റെപ്പിന്റെ അവിടെ ഒരു പ്രയർ വരും, 6-ാം പടിയുടെ അവിടെ ഒരു പ്രയർ വരും. ഇതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ബിഗ് ബുക്കിൽ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, നോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മളെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് രക്ഷിക്കാൻ സഹായിക്കും. ഓക്കെ, ഇത് സൂചിപ്പിക്കുന്ന എന്താണ് നോക്കട്ടെ. നമ്മുടെ ചാലക്കുടിയിലെ ജെയിംസ് ആണ്ടത് അയച്ചു തരുന്നത് പേജ് നമ്പർ 288, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡിപ്പെൻഡൻസ് ഓൺ പീപ്പിൾ, മറ്റുള്ളവരുടെ ആശ്രയത്വം, സെറൻറ്റി അതായത് പ്രശാന്തത, പിന്നെ ട്രബിൾ നമ്മളുടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് മണി 10:57. ആർക്കെങ്കിലും ഇതിനെ കൂട്ടിച്ചേർക്കാണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടോ?
ഇല്ലേ ആരും അഡ്മിനില്ലേ? റീനു, ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് 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 ഉണ്ട്. ആ ഓക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ താങ്ക് യു അശ്വൻ ചേട്ടാ, പതിനൊന്ന് താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, ശരി. അടുത്ത ആഴ്ച എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഓർമ്മിച്ചോട്ടോ, ഈ 288 ഓക്കെ കഴിഞ്ഞു. എഴുതി വെച്ചിട്ടുണ്ട്. ഉം, ഓക്കെ. ശരി. ഓക്കെ എല്ലാവർക്കും ബൈ ഓക്കെ, ബൈ താങ്ക് യു ഫോർ ദിസ് ഡേ. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ അശോകൻ ചേട്ടൻ കഴിഞ്ഞു പോയി. നമുക്ക് അടുത്ത ജോസഫ് സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഞാന് രണ്ടു വാക്ക് സംസാരിക്കും സാറേ. ഞാനൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് 2 വാക്ക് സംസാരിക്കാം. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഓക്കെ അമിത മധ്യാസക്തനാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപ കൊണ്ടും മഹത്തായ കൂട്ടായ്മയുടെ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇന്നേ ദിവസം കുടിച്ചിട്ടില്ല. പേരിയോസ്. ജോസഫ് സാർ ഹായ് ഹായ്. ഞാനിപ്പം ശോകേട്ടൻ വൈകാരിക സുബോധാവസ്ഥയെ പറ്റി പറഞ്ഞപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വൈകാരികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ കാര്യം പറയാം. ഒരാൾക്ക് നമ്മളെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി എടുക്കാവുന്നതിൻ്റെ എല്ലാ എഫർട്ടും വ്യക്തി എന്നുള്ള രീതിയിലും ഗ്രൂപ്പ് എന്ന രീതിയിലും മറ്റുള്ള ഗ്രൂപ്പുകളുടെ സഹായത്തോടെ എല്ലാം ഒരു ആളെ എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ കാലമായിട്ട് ശ്രമിച്ചതാണ്. ഒരു ദിവസം 2 ദിവസമൊക്കെ മീറ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ വഴുതി പോവും. ജോലി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എങ്ങനെയെങ്കിലും മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള എയിലുള്ള ആളുണ്ട്. അയാളെ കൊണ്ട് കാര്യങ്ങൾ അയാളെ മനസ്സിലാക്കി അയാളോട് ചേർന്ന് നിന്ന് നോക്കി. ഇതൊന്നും ആ നല്ല മനുഷ്യനെ എയിലേക്ക് കൊണ്ടുവന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ദുരന്തഫലമൊന്നും മാർക്കിടാനൊന്നും നമുക്ക് എക്കാർക്ക് അവകാശമില്ല, എനിക്ക് ഒട്ടുമില്ല. എന്നാലും എൻ്റെ ചേട്ടൻ്റെ മകനോടൊപ്പം ജോലി ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് ഈ പയ്യനുമായിട്ട് വളരെ അടുത്ത പേഴ്സണൽ ബന്ധമുണ്ട്. വീട്ടിൽ പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ തൊടുപുഴയുള്ള ആളായിരുന്നു, ഇപ്പോൾ വൈക്കത്താണ്. എന്തായാലും ഇപ്പം ഞാൻ ചേട്ടൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, അവനെ വിജിലൻസുകാർ പിടിച്ചു എന്നും പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. ഞാൻ അശോകേട്ടനുമായിട്ടൊരു സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു ഏക്കാരൻ്റെ കോൾ വന്നു. ചാനലിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ആളിൻ്റെ. ഏതായാലും അവസാനം ഞങ്ങൾ രണ്ടുപേരുടെ അതിനകത്തൊരു, ഞാൻ പോലും പറയുന്നതിന് മുമ്പ് എന്നെക്കാട്ടിൽ ഏറെ സോബർട്ടിയുടെ ലെന്ത് കുറവായ അയാൾ എന്നോട് പറഞ്ഞ കാര്യം, ഒരുപക്ഷെ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയേക്കാം. ശരിയാണ്. ഞാനും പറഞ്ഞു, ജീവപര്യന്തം കഴിഞ്ഞിട്ട് വന്നിട്ടും ആൾക്കാരെ വന്ന് ഭംഗിയായിട്ട് ജീവിക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും എടുത്ത ഒരു ശ്രമങ്ങൾക്കും അവനെ സുബോധത്തോടെ നിലനിർത്താൻ കഴിഞ്ഞില്ല. അവന് ഒരു വീട്ടിലെ കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നും അല്ല ഇവൻ ഇതിനകത്ത് പെട്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾക്ക്. ഇവന് കുടിക്കാൻ പൈസ ഇല്ല, അതാണ് വിഷയം. അപ്പം അതിനുവേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നു. അതൊന്നും മാർക്കിടാൻ നമ്മൾ ആളല്ല. അത് മാർക്കിട്ടൊരു ദൈവം കളിക്കാനും ഇല്ല. എന്നാലും ഈ വൈകാരികമായിട്ട് വല്ലാതെ, കാരണം ഒരാളെ ഞങ്ങൾ ഇവിടെ രാജാക്കാട് എന്ന് പറഞ്ഞാൽ അടിമാലി മൂന്നാറിൻ്റെ അങ്ങേ താഴെ നമുക്കൊരു ഇൻ്റർ ഗ്രൂപ്പും കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇവൻ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ പോയി അവരുടെ ആൾക്കാരെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി അവരുടെ ആൾക്കാരെ ഏൽപ്പിച്ചു. എങ്ങനെയെങ്കിലും അവരുടെ മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ടടുത്ത ഇവൻ്റെ ആഫീസും ഇവൻ താമസിക്കുന്ന സ്ഥലവും അവിടുത്തെ ആഫീസറാണ്. അപ്പം എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി, വിജയിച്ചില്ല. അങ്ങനെ ഇടയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു,
ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട്, കാരണം ഈ ചേട്ടനും അവനും കൂടെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇതൊരു ശ്രമങ്ങളും നല്ല മനുഷ്യൻ്റെ ഈ രോഗാവസ്ഥ, ഈ മഞ്ഞപ്പിത്തമല്ല, ഈ രോഗാവസ്ഥയെ അംഗീകരിക്കാനും അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. അവൻ എന്നോട് പറയും, ഞാനിപ്പോൾ അവനെന്ന് വിളിക്കുന്ന എന്നെക്കാട്ട് ഒത്തിരി പ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. എന്നോട് പറയുന്നത് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, എനിക്കിങ്ങനെയൊന്നും കൂടിയിരുന്നുകൊണ്ടൊന്നും എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. അതാണ് അവൻ്റെ ഇത്. അവനൊരു ഇടതുപക്ഷ ചായക്കാരന് എൻജോയ് യൂണിയൻ്റെ ആളൊക്കെ. എനിക്കിതിനകത്ത് ഇങ്ങനെ അതൊന്നും എനിക്ക് പറ്റിയല്ല. അവനതങ്ങോട്ട് നമ്മളെ ദൈവം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്നതൊന്നും അവനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് അത് അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞില്ലേ പോലും എനിക്ക് തോന്നുന്ന അതാണ്. നമ്മുടെ തോന്നലുകൾക്കൊന്നും അർത്ഥമില്ല, അതൊരു തോന്നൽ മാത്രമാണ്. ഏതായാലും അങ്ങനെ അങ്ങ് സംഭവിച്ചു. ഇപ്പം നമ്മൾ ഓരോ 12-ാം പടി പ്രവർത്തനങ്ങളും നമ്മളൊക്കെ എത്രമാത്രം ശ്രമിച്ചാലും അതൊന്നും നമ്മൾ ശ്രമിക്കുന്ന ആൾക്കാരുടെ കുറവുകളൊന്നുമല്ല. അത് വിജയിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് ഇന്നത്തെ ഈ ഇൻസിഡൻറ്റ് മനസ്സിലാക്കി തന്നു. കാരണം നമ്മൾ മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യബോധം അവിടെ കൃത്യമായിട്ട് തെളിഞ്ഞു വരും. പിന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെയും നമ്മുടെയൊക്കെ ഇൻവെൻറ്ററി എടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും കൂടെ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഏതായാലും അങ്ങനെ ഒരു പേഴ്സണൽ ഇൻവെൻറ്ററി എടുത്ത് നോക്കിയില്ല. എന്നാലും ആ മേഖലകളിലൂടെയൊക്കെ കടന്നുപോയെന്നൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പാലായിക്ക് വരുവാണെങ്കിൽ പാലായിക്ക് ഞങ്ങൾ എല്ലാം അവനെ വീട്ടിൽ കൊണ്ടുപോയി വിടാം, രാത്രി വണ്ടിയിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. തൊടുപുഴയ്ക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ ആണെങ്കിൽ എവിടെയും കൊണ്ടുപോകാം. എല്ലാ കാര്യങ്ങളും എയിലുള്ളവരും അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും എല്ലാവരും നോക്കിയതാണ്. പക്ഷെ ഒന്നും ഫലവത്തായില്ല. ഏതായാലും ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കണമെന്നാണ് നമുക്ക്. ഇപ്പം അങ്ങനെ ഒരു കുഞ്ഞു കൊച്ചും 2 വയസ്സ് താഴെയുള്ള ഒരു കൊച്ചും, ഭാര്യയ്ക്ക് ജോലിയില്ല. എന്താണേലും എനിക്ക് അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ ഷെയർ ചെയ്യാനും നമുക്ക് അനോണിമിറ്റിയൊക്കെ ഉള്ള പറയാൻ പാടില്ലാത്ത, പക്ഷെ പലപ്പോഴും നമ്മളെ കൂടുതൽ സ്നേഹത്തോടെ ആൾക്കാരോട് സമീപിക്കുന്നതുകൊണ്ട് അവർ ഇതുപോലെയുള്ള ട്രാഫിൽ പോയി വീഴുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയത്. എല്ലാവരും ശ്രമിക്കണം. കൂടുതലായിട്ടൊന്നും ഇന്ന് പറയാനില്ല. എല്ലാവർക്കും സുബോധം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസഫ് സാർ. സുഹൃത്തുക്കളെ, അടുത്താരാണ് മുന്നോട്ട് വരാനുള്ളത് ഷെയർ ചെയ്യാൻ? നമുക്ക് കുറച്ചു നേരം കൂടെ സമയമുണ്ട്. ഫ്രീ ആയിട്ടുള്ള ആരെങ്കിലും വന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ആ ഷിവിച്ചാരനെ വിളിക്കേണ്ടി വരും. ചേട്ടാ, പിന്നോട്ടാ. ഹലോ ചേട്ടാ. രതീഷ് ഭായ്, പറയൂ. കേക്കണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മ സഞ്ചരിക്കുന്ന ഇന്ന് ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് രതീഷ്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഇതിപ്പം ദിവസവും നല്ല സുഖമായിട്ട് പോയി തന്നെയാണ്. കൂട്ടായ്മയിൽ വരുമ്പോൾ ഇപ്പൊ അശോകേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നതെന്ന് വെച്ചാല് നമ്മളെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് ഞാനും അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത്. എന്ന് വെച്ചാല് ഇപ്പം ഈ വീട് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാല് വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഇല്ലേ തറവാട് വീടാണെങ്കിൽ വലിയ ലോണെല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് അടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് വിറ്റ ആ പൈസ കിട്ടൂല. നമ്മ എല്ലാവരും 3 മക്കളാണ്. 3 മക്കളും കൂടി ഷെയർ ഇട്ടിട്ട് ഈ ലോൺ അടച്ചിട്ട് വീട് സ്വന്തമാക്കിയാല് ആ അടക്കുന്ന പൈസ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടൂല. ആ മുതൽ മുടക്കിന്റെ വരുമാനം കിട്ടാത്തതുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ. അപ്പൊ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 3 സെന്റ് സ്ഥലം അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഒരു ഷെഡ് കെട്ടാ എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത്ര പോലും ആഗ്രഹങ്ങൾ നടക്കുന്നില്ല. അത്രയും ലളിതമായിട്ട് നമ്മ ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തൊരവസ്ഥ. പക്ഷെ
ഇപ്പൊ കൂട്ടായ്മയിലായതുകൊണ്ട് ഇപ്പൊ ഇത്തരം ടോപ്പിക്കുകൾ കൂടി കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. എന്ന് വെച്ചാല് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കല് ദൈവത്തിന്റെ ഇച്ഛ മാത്രമേ നടക്കൂ. എന്നാലും ഇതിപ്പോ ജോസഫ് സാറും പറഞ്ഞ കണക്ക് നമ്മളിപ്പോ ആ ഒരു വിഷയം വന്നേരം ഇതിപ്പോ നമ്മ വിലയിരുത്താനും തയ്യാറല്ല ഒന്നിനും. അപ്പോ ഇതുപോലെ ജീവിതം അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്ത് സാഹചര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും ഇതിലൂടെ ആഗ്രഹത്തിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ അകത്ത് ഈ ആഗ്രഹങ്ങൾ കൂടുതൽ നമ്മ മെനക്കെട്ട് നിൽക്കുമ്പോഴാണ് വൈകാരിക അവസ്ഥ ഇപ്പൊ പറഞ്ഞു നിർത്തിയ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ഓരോ മീറ്റിങ്ങിലും ഇരിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അത് ഇന്നലത്തെ ആ ശിവുവേട്ടന്റെ ആ ഇതിൽ തന്നെ ഞാൻ ആ പ്രാർത്ഥനേന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ആ സ്നേഹത്തിന്റെ എടുക്കുക അല്ലെങ്കിൽ വിദ്വേഷം വരുന്ന എടുക്കുക അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കുമ്പോൾ കേട്ടിട്ടുണ്ട് മുമ്പിൽ ഞാനത് ഈ ബുക്കിന്റെ ഏതെല്ലാം സ്റ്റഡികളിലെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അത് കൂടുതൽ നമ്മളെ മനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടുതൽ ഈ പ്രോഗ്രാമിലേക്ക് കൂടി ഇതിന്റെ ആത്മീയ തലങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാം ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ കേറിയിരിക്കുക അതന്നെ എന്റെ ഇപ്പത്തെ പരിപാടി. ഇങ്ങനെ എന്റെ ഈ മാനസികമായ സങ്കടത്തിൽ ഒറ്റക്കാകല്, തനിച്ചിരിക്കല്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടല് ഇതിന്റെ ഒന്നുമല്ലൊരു ഈ കൂട്ടായ്മ എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആത്മീയത നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതന്നെയാണ്. അപ്പൊ എന്തായാലും എനിക്കിത് പറയുമ്പോൾ എനിക്ക് നല്ല സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റും. എന്ന് വെച്ചാൽ നിരാശയില്ല. കുറെ ആളിങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്ക് കൂടി പോകുന്നതിൻ്റെ ഒത്ത് ഞാനും കൂടി ഉണ്ടാകുമ്പോൾ എന്റെ പ്രശ്നങ്ങൾക്കും കൂടി ഒരു പരിഹാരം മറ്റൊരു രീതിയിൽ ഇപ്പൊ ബിഗ് ബുക്കെല്ലാം വായിക്കുമ്പോൾ നമുക്കുണ്ടെന്ന് ഓരോ തവണ വായിക്കുമ്പോൾ ഓരോരോ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോരോ പ്രതീക്ഷകൾ, ഓരോരോ സമാധാനങ്ങൾ കിട്ടുന്നതൊക്കെ ഓരോരോ മീറ്റിങ്ങിലും ഓരോരോ കേട്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും സുബോധത്തിന് നല്ല ആള് നിർത്തുന്നു. താങ്ക് യു ശ്രീനോട്ടാ, താങ്ക് യു. താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു. നല്ല ഷെയറിംഗ് ആയിരുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ അടുത്താരാണ് ഷെയർ ചെയ്യാൻ മുന്നോട്ട് വരുന്നത്? ആരെങ്കിലും? അതില്ല. ആരെങ്കിലും വാ, 20 മിനിറ്റ് കൂടി ഉണ്ട്. ഉണ്ട്. അല്ല, തിരിച്ചിട്ട് മുക്കെടുക്കേണ്ടി വരും. അല്ല ഞാനേ ഇന്നില്ലടാ, 10-15 മിനിറ്റ് ഇല്ലടാ. അവിടെ ആരെങ്കിലും കയറിയിട്ടേ നീ. അച്യുതൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, വാ. അച്യുതൻ ചേട്ടനൊക്കെ ഉറങ്ങിപ്പോയോ? അച്യുതൻ ഇപ്പൊ വന്നോളൂ. അച്യുതൻ പാലക്കാട്. ലിബിൻ ഉണ്ട്, ലിബിൻ. ലിബിൻ ചേട്ടൻ മിണ്ടുന്നില്ല. ഹലോ. അച്യുതേട്ടാ പറയൂ. ആ, നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ തുറക്കാൻ നേരത്തെ. നല്ല സൗണ്ടാണ്. അപ്പൊ ഞാൻ രാവിലെ മധ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും മഹത്തായ കൂട്ടായ്മ മദ്യപിച്ചിട്ടില്ല. അച്യുതൻ പാലക്കാട്. എല്ലാവർക്കും നല്ലൊരു അച്യുതേട്ടാ. ശുഭരാത്രി ആശംസിക്കുന്നു. പാലക്കാട്. ഹായ് ഹായ് ഹായ്. നിങ്ങളുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ, ഈ കൂട്ടായ്മയോടൊപ്പം ജീവിക്കുന്നത് കൊണ്ടാണ് ഈ 4 വർഷവും 3 മാസവും ഒക്കെ ആയിട്ട് സുബോധത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചത്. ഇല്ലെങ്കിൽ എന്നോ ഭൂമിയെ നഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും ആ തിരിച്ചറിവ് എനിക്കുണ്ട്. എന്താ പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള ഒരവസ്ഥയിൽ ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടാൻ സാധിച്ചതും ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ സാധിച്ചതും
അവരെയൊക്കെ ഒരു കൂടപ്പിറപ്പുകളെക്കാൾ പോലും നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ കണ്ടുമുട്ടാൻ സാധിച്ചത് ജീവിതത്തിന്റെ സൗഭാഗ്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടായ്മയിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായ രീതിയിൽ ആ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതെന്നും എല്ലാം കൂട്ടായ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ജീവിതം തന്നെ എന്താണെന്ന് മനസ്സിലാക്കിയത് കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. അത് തെറ്റായ കുറച്ച് ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞ തന്നെ ശരി, ഞാൻ വിചാരിച്ച തന്നെ ശരി ഉള്ള ഒരു തെറ്റായ രീതിയിലുള്ള യാത്രയായിരുന്നു. ചെറിയൊരു ഭയമൊക്കെ ഉള്ളിൽ ചിലപ്പോൾ വരും. അതിനെയൊക്കെ കൂട്ടായ്മയിൽ ഓരോ ഷെയറിങ് കേൾക്കുമ്പോഴും ഓരോ സുഹൃത്തുക്കളുടെ ഷെയറിങ്ങിനും ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും നമുക്കൊരു പുതിയ ജീവൻ കിട്ടുന്നതുമാതിരിയാണ്. ഓരോ മാറ്റത്തിന്റെ ഒരിതുമായിട്ടാണ് ആ കൂട്ടായ്മ അവസാനിക്കുന്നത്, ഓരോ മീറ്റിംഗ് അവസാനിക്കുന്നത്. അങ്ങനെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് 10-20 വർഷം ഒരു ഭ്രാന്തനെ മാതിരി അലഞ്ഞ് നടന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം കൊണ്ടും തളർന്ന അവശനായി പോയപ്പോൾ അവസാന നിമിഷത്തിലാണ് ഈ കൂട്ടായ്മയെ കണ്ടുമുട്ടാൻ ആ ദൈവം കാണിച്ചു തന്നത്. ദൈവം കാണിച്ചു തന്ന കൂട്ടായ്മ തന്നെയാണ്. ഒരുപാട് മദ്യം കഴിച്ച് ബോധമില്ലാതിരിക്കുമ്പോൾ ആ ഫോൺ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോണ്ടിയപ്പോൾ എൻ്റെ കണ്ണിലൂടെ മിന്നി മറിഞ്ഞതാണ് ആൽക്കഹോളിക്സ് എന്ന നിമിഷന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കുന്നു. അപ്പോൾ ആ കണ്ടത് ഞാൻ ആ മുറുകെ പിടിച്ചു, ആ പോയിന്റ് മുറുകെ പിടിച്ചു. അപ്പൊ തന്നെ വിളിച്ച് അന്ന് തന്നെ വിളിച്ച് തിരുവനന്തപുരത്തൊരു സുഹൃത്തെടുത്തു, ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പൊ അദ്ദേഹം എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു. പിറ്റേ ദിവസം മുതൽ തന്നെ മീറ്റിങ്ങിൽ കയറാൻ സാധിച്ചു. അതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ അത് 1 വർഷം കൂടി മുമ്പേ ചേരാൻ പറ്റിയതായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല, എങ്കിലും ഞാൻ ആലോചിച്ചു പോവുകയാണ് എൻ്റെ ജീവിതത്തിനെ കുറിച്ച്. എന്താ പറയുക, ജീവിതം കൈവിട്ടു പോയി എന്നുള്ളൊരവസ്ഥയെ കൂടെ തന്നെയാണ്. ഇനി യാതൊരു രക്ഷയില്ല. ഇനി മദ്യപിക്കുക, മദ്യപാനം കൊണ്ട് മദ്യപിച്ച് മരിക്കുക, കുടിച്ചു മരിക്കുക, ആ ഒരു ചിന്തയിലേക്ക് ഞാൻ അവസാനം എത്തിപ്പെട്ടു. പിന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്താ വെച്ചാൽ മനസ്സിൽ അവിടെ ചെറിയൊരു ആഗ്രഹമുണ്ട്. മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം എന്താ വെച്ചാൽ അത് നന്നായിട്ടുണ്ട്. അത് കൂടുതൽ ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഒരു ദിവസമെങ്കിലും മാറി നിന്നിട്ട് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും ഒക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാധിച്ചത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. ഇന്നിപ്പോൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അന്നത്തെക്കാട്ടിലും ഇന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഏൽക്കുന്നില്ല ഇപ്പോൾ. മുമ്പല്ല എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ അലങ്കരിച്ചേർന്നത് മദ്യക്കുപ്പിയുടെ കൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്ന് എൻ്റെ സ്വപ്നങ്ങളുണ്ടെങ്കിലും നടക്കുന്ന സ്വപ്നങ്ങൾ മാത്രമേ കാണുകയല്ല, കണ്ടാലും അതിനെ സ്വീകരിക്കുള്ളൂ. ഇന്നിപ്പോൾ എല്ലാറ്റിനെയും വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാനും വേണ്ടതിനെ സ്വീകരിക്കാനൊക്കെ കൂട്ടായ്മയെ കൂടെ സഞ്ചരിക്കുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം തുല്യമായിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്നിപ്പോൾ ദൈവമേ എന്നൊക്കെ വിളിക്കാനും ഏതോ ഒരു വലിയ ശക്തി ലോകത്തുണ്ട്, ആ ശക്തിയിൽ വിശ്വസിക്കാനൊക്കെ വളരെയധികം സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടായ്മയെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ പ്രാധാന്യം. അതെങ്ങനെയൊക്കെ കണ്ടുമുട്ടി. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു പോകുക തന്നെ. അത് ചിന്തിക്കുമ്പോൾ പിന്നെ വീട്ടിലത്തെ ഓരോ പ്രശ്നങ്ങൾ തെറ്റുകാരോടൊക്കെ പരിഹാരം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യയുണ്ട്, മക്കളുണ്ട് 2 അപ്പോൾ അവരോട് 2 പെൺകുട്ടികളാണ്, അവരെ ചീത്ത പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും ഒക്കെ അവരോട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ നേട്ടം. നഷ്ടപ്പെട്ടതൊന്നും വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇനിയുള്ളതെങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഇതാണ് മേച്ചിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആ വലിയ തിരിച്ചറിവുകൾ.
അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീനുഭായ്. താങ്ക് യു അച്യുതേട്ടാ. താങ്ക് യു സോ മച്ച്. നല്ല ഷെയറിംഗ് ആയിരുന്നു. താങ്ക് യു. സുഹൃത്തുക്കൾ അടുത്താരാണുള്ളത്? സനീഷേട്ടൻ ഷെയർ ചെയ്യണ്ട. നമുക്ക് കുറച്ച് നേരം കൂടെ ഉണ്ട്. നമുക്കൊരു 10-12 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു ചെറിയൊരു ഷെയറിംഗ് ചെയ്യാനുള്ള സമയമുണ്ട്. ചെറുതല്ല, വലിയൊരു ഷെയർ ചെയ്യാനുള്ള സമയമുണ്ട്. ആരെങ്കിലും വരൂ. ആരുമില്ല. ഇവിടെ സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തനും ഈശ്വര വേദന മാത്താ കൂട്ടാ സഞ്ചരിക്കുന്ന ഞാൻ മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ശ്രീനു. ഹായ് ശ്രീനു. സുഖം. ഇന്നും മദ്യപിച്ചിട്ടില്ല. മാത്തായി കൂട്ടായ്മയിലെത്തിയതിനു ശേഷം മാത്രമാണ് മദ്യപാനം ഒരു രോഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അതൊന്ന് അംഗീകരിക്കാൻ വളരെ വളരെ നാളുകൾ എനിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷവാനും സുബോധവാനുമാണ്. കാരണം സുബോധം തിരിച്ച് സുബോധം കണ്ട ജീവിതത്തിൽ എത്തിച്ചേർന്നു. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര, ജോസഫ് സാർ പറഞ്ഞ പോലെ ഭയങ്കര ഒരു മാനസിക വിഷമത്തില്ല. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, നേരത്തെ എന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അധികം പ്രായമൊന്നുമില്ല, 10-32 വയസ്സുള്ളൂ. അവന് കടുത്ത മദ്യപാനം കാരണം അവന്റെ ഷോപ്പ് ഇപ്പൊ തുറക്കാൻ പറ്റില്ല. എനിക്കും ടൂൽ വർക്ക്ഷോപ്പാണ്. അവൻ കുറച്ച് നാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനിപ്പോ കുറച്ചാളായിട്ട് ടൂൽ വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഭയങ്കരമായിട്ട് ആസക്തി കാരണം തുറക്കാൻ പറ്റുന്നില്ല. അവിടെ ഒത്തിരി കടമാണ്. അഡ്വാൻസ് മേടിച്ച കസ്റ്റമറൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അഡ്വാൻസ് മേടിച്ച പൈസ എല്ലാം അദ്ദേഹത്തിന്റെ തീർന്നു. 2-3 ദിവസമായിട്ട് വാടക കൊടുത്തിട്ടില്ല, മാസങ്ങളായിട്ട് വാടക കൊടുത്തിട്ടില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോ, സത്യം പറഞ്ഞാല് ഞാൻ അവനെ വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞടാ, നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ. ഞാൻ ഒരു 5 വർഷം മുന്നേ എന്റെ അവസ്ഥ, ഞാൻ മദ്യപിച്ച അവസ്ഥ, ചോര ഛർദ്ദിച്ചാരെയൊക്കെ നിനക്കറിയാലോ. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ കുറച്ചു നാൾ വരുവാണെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താന്നൊക്കെ ഞാൻ ഒരു മാസം മുന്നേ അവനോട് സംസാരിച്ചായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഒരു ഒരു അവനെ വിളിച്ച് ഞാൻ മൂവാറ്റുപുഴ വരെ പോയിരുന്നു, ഒരു വണ്ടിയുടെ സ്പെയർ മേടിക്കാൻ. അന്നേരം അദ്ദേഹത്തെ വിളിച്ചോണ്ട് എന്റെ കൂടെ പോവുക ചെയ്തത്. അപ്പൊ ആ യാത്രയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് കാര്യം മൂവാറ്റുപുഴ പോയിട്ട് തിരിച്ചു വരണ വരെ അവന് എന്റെ കാറിലിരുന്ന് കേട്ടോണ്ടിരുന്നു. പ്രതികരിച്ചൊന്നുമില്ല, വരാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് ഒട്ടും വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദയനീയമായിട്ട് തോന്നി. കാരണം വല്ലാത്തൊരു അവസ്ഥയിലെ പുള്ളി. കൈയൊക്കെ വിറച്ചു. 10-31 വയസ്സ് പ്രായമുള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. കൈയൊക്കെ വിറയ്ക്കണു, ചുണ്ടൊക്കെ വിറയ്ക്കണം. ആ ഒരു അവസ്ഥ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇത് തന്നെയായിരുന്നല്ലോ എന്റെ ഒരു അവസ്ഥ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാനോട് പറഞ്ഞാ, നിനക്ക് ഇത്തിരിയെങ്കിലും രക്ഷപ്പെടണം ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണ്ട, ഞാൻ ഒരു സ്ഥലത്ത് ആക്കി തരാം, ഒരാളെ പരിചയപ്പെടുത്തി തരാം, നിനക്കൊന്ന് കൂടെ പോവാന്ന് വെച്ചു. അപ്പൊ അതിന് മുന്നേ ഞാൻ അവനോട് ഒരു കാര്യം പറയാം. കാരണം ഇതുപോലെ തന്നെ എന്റെ ഒരു സുഹൃത്ത് ഒരു 2 മാസം മുന്നേ, അവനും അധികം പ്രായമില്ല, 32-31 വയസ്സുള്ള അവൻ ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തായിരുന്നു ഒരു 2 മാസം മുന്നേ. അത് ഈ പറഞ്ഞ പോലെ മദ്യപാനം കൂടിയിട്ട് അവനും ടൂൽ വർക്ക്ഷോപ്പ് തന്നെയാണ്. അവൻ കുറെ ബാധ്യത ഉണ്ടായിരുന്നു. അവൻ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു കാറൊക്കെ മേടിച്ചു. അതിന്റെ ഫിനാൻസ് ഒന്നും അടയ്ക്കാൻ പറ്റാത്ത അവൻ അവൻ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ ആകെ തകർന്ന് തരിപ്പണായി, നിക്കക്കള്ളിയില്ലാതെ വണ്ടി ഫിനാൻസ് ഒക്കെ ബ്ലോക്കായി, ആകെ പ്രശ്നമായി. അവൻ ഇതുപോലെ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. അപ്പൊ അത് അവനറിയാം. അവൻ പറഞ്ഞു, ചേട്ടായി ഞാൻ ആ ഒരു അവസ്ഥയിൽ എത്തുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോ പറഞ്ഞു, നീ കുടിക്കാതിരിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കണ്ടപ്പോ ഞാൻ അവനോട് ചോദിച്ചുടാ, ഇപ്പൊ നിനക്ക് എത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിനക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? നിനക്കിപ്പോ വർക്ക്ഷോപ്പ് ഒന്ന് ഓർക്കണമെങ്കിൽ എന്തായിരിക്കും നിനക്ക് എത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിനക്കൊന്ന് വർക്ക്ഷോപ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഒരു 10,000 രൂപ 12,000 രൂപ തന്നു കഴിഞ്ഞാല്
എനിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ചേട്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഞാനത് സഹായിക്കാം, പക്ഷെ നീ മദ്യപിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞിട്ടും അവൻ ഇന്ന് ഇന്ന് വൈകുന്നേരം ഞാനാണോ ഇന്ന് അവൻ പൂസായിട്ട് നിൽക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഞാൻ ആ പൈസ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ അവന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്കത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഇതില്ല. കാരണം ഈ കണ്ടി ഞാൻ അത്രയും പറഞ്ഞിട്ടും അവനത് ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. കാരണം വേറെ ഒന്നല്ല, ഇത് തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഏത് മഹത്തായ കൂട്ടായ്മയിൽ എത്തിയപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. കാരണം ആദ്യമായിട്ട് 2019 ഏത് മഹത്തായ കൂട്ടായ്മയിൽ ഞാൻ എത്തുന്നത്. സത്യം പറഞ്ഞാൽ എത്തിയിട്ട് എന്നോട് പഴമക്കാര് മീറ്റിംഗിൽ പറഞ്ഞു മദ്യപാനം ഒരു രോഗമാണ്, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാല് ഞാൻ സ്വയം വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഈ ലോകത്ത് ദൂരം ആൾക്കാർ പിടിക്കണം, അവരൊക്കെ രോഗികളാവണ്ടേ എന്നൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു എനിക്കും. ഞാൻ എന്നെ തന്നെയാണ് അവനിൽ ഞാൻ കണ്ടത്. പക്ഷെ ഈ പറഞ്ഞ ഞാൻ എത്ര പറഞ്ഞിട്ടും എന്റെ ജീവിതാനുഭവം വരെ അവൻ അറിഞ്ഞിട്ടും അവൻ അതിൽ നിന്നും മാറി നിൽക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ ഞാൻ ചിന്തിച്ചത് തന്നെയാണ്, അവന്റെ സമയമായിട്ടില്ല. അവൻ ഇത്രയൊക്കെ എന്റെ അവസ്ഥ, ഞാൻ ചോര ഛർദ്ദിച്ച് ഞാൻ ഇവിടുന്ന് ആംബുലൻസ് കൊണ്ട് കൊണ്ടുപോയ കാര്യം അവൻ എന്നെ അതിനുശേഷം ഒരു കുറെ നാളുകൾക്ക് ശേഷം അവൻ എന്നെ, ഞാൻ വൈഫ് ഹൗസിലായിരുന്നു, തൃശ്ശൂരായിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ. അപ്പോ അതിന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. വിളിച്ചതൊക്കെ ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥ അവന് അറിഞ്ഞിട്ടും അവനത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം മദ്യത്തിന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ മദ്യം കുടിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു മാനസിക നില, പെട്ടെന്ന് ഒരു അംഗീകാരം മദ്യം നിർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അവനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ അവസ്ഥ അതായിരുന്നു. 2019 എത്തിയിട്ടും 2021 എനിക്ക് സുബോധം തിരിച്ചു കിട്ടിയത്. കാരണം ഇതിലൂടെ പല പ്രാവശ്യം വന്നു പോയി നിന്നെങ്കിലും സുബോധം എനിക്ക് ഈ മദ്യപാന രോഗിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ചോര ഛർദ്ദിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ മാത്രമാണ്. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രമാത്രം മദ്യത്തിന് അടിമയാണ്, അല്ലെങ്കിൽ ഞാനൊരു മദ്യപാന രോഗിയാണ് എന്ന് മനസ്സിലായത്. ആദ്യമൊക്കെ 2019 എത്തിയപ്പോ ഇത് പറഞ്ഞപ്പോ പിന്നെ ഇതൊക്കെ ഇതിലപ്പുറം കണ്ടിട്ടുണ്ട്, പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ അവന്റെ ആ ഒരു ജീവിതം കണ്ടപ്പോ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്റെ അവസ്ഥ ഇതുപോലെ ഭയാനകമായിരുന്നു. എന്താണെങ്കിലും അവന് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു, ഇന്ന് കണ്ടു. ഇനിയിപ്പോ നാളെ ഒന്നോടെ ഒന്ന് വിളിച്ചു നോക്കണം എന്തായി തീരുമാനം എന്നറിയാൻ. ഞാൻ കുറച്ച് പൈസ കൊടുത്ത് അവനെ സഹായിക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ എനിക്ക് പിന്നെ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. കാരണം എനിക്കൊരു പേടി വേറെ ഒന്നല്ല, അവൻ ഇനി വേറെ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ ഇനി എല്ലാം അവസ്ഥ. കാരണം അവന്റെ ചേട്ടന്റെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണ കേട്ടെ, ഈ ഡിസംബറിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഇങ്ങനെ കുടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ആ വീട്ടിൽ പോലും സ്ഥാനം ഉണ്ടാവില്ല. അതൊക്കെ അവൻ സമ്മതിച്ചു തരണുണ്ട്. അത് ശരിയാണ് ചേട്ടാ, എനിക്കറിയാം എന്തൊക്കെ പറയണ്ട്. അതുപോലെ ഞാൻ അവനോട് ചോദിച്ചു, എന്നോട് എന്റെ ഡോക്ടർ പറഞ്ഞ പോലെ നീ ഒരിക്കലെങ്കിലും കണ്ണാടിയിൽ നോക്കി നീ ഒന്ന് സ്വയം വിലയിരുത്ത് എന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോ ഇത് തന്നെയായിരുന്നു എന്നോട് ഡോക്ടർ പറഞ്ഞത്. നീ ഇനി കുടിക്കാ നീ ഇതിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഏഹ് നീ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുടിക്കാതിരുന്നിട്ട് നീ കണ്ണാടി നോക്കാം, അന്നേരം നിന്റെ വ്യത്യാസം അറിയാതെ എന്റെ ഡോക്ടറും പഴമക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ അങ്ങനെ അന്ന് പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ ഇപ്പോ സുബോധവാനായി നിൽക്കുമ്പോ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഏല് പറയുന്ന പോലെ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമാണ് ഏലൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ആദ്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമാണ് ഈ ഏലൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് പിന്നീട് ഇപ്പൊ മനസ്സിലായി. കാരണം അത് അങ്ങനെയാണ്. കാരണം ഏല് വന്നപ്പോ ഒത്തിരി മുഖങ്ങള് കണ്ടായിരുന്നു, വന്നും പോയി അവിടെ ഇവിടെയൊക്കെ പക്ഷെ അവരൊന്നും ഇപ്പൊ നിലവില് ഏയിലൂടെ സഞ്ചരിക്കുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. അത് കാരണം
വന്ന ആ സമയത്തൊക്കെ ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. പലരും സ്ലിപ്പായി. 4 വർഷം 5 വർഷം കഴിഞ്ഞ ആൾക്കാർ സ്ലിപ്പായിട്ട് പിന്നെ കാണാതായി. പിന്നെ അവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം എയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും അതുപോലെ വാഗ്ദാനങ്ങളിൽ പറയണ പോലെ കഠിനാധ്വാനവും വേണം, സത്യസന്ധതയും. എങ്കിൽ മാത്രമാണ് എയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ ഒരു അനുഗ്രഹം അവനും കിട്ടുന്ന ഇന്ന് ഞാൻ വൈകുന്നേരം പ്രാർത്ഥിച്ചപ്പോൾ അവന് വേണ്ടിയും പ്രാർത്ഥിച്ചു. കാരണം എങ്ങനെയെങ്കിലും അവന് മദ്യത്തിൽ മാറി നിൽക്കാൻ സാധിക്കണേ, ഈശ്വരൻ അതിനുള്ള അനുഗ്രഹം കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ട് അത്രയും കഠിനമായിട്ട് എന്താ പറയാ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. കാരണം എന്റെ കൂടെ കുറച്ചു നാൾ ജോലി ചെയ്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത ഒരു ഷോറൂമിൽ. അന്നവൻ കുഞ്ഞായിരുന്നു, അത്രയും പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവനെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്താണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നതൊക്കെ സുബോധം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ സുബോധം എനിക്ക് നിലനിർത്താൻ സാധിച്ചും ആ സുബോധം എനിക്ക് തിരിച്ചു കിട്ടും എന്ന് മഹത്തായി കൂട്ടായ്മയിൽ എത്തിയതിനു ശേഷം മാത്രമാണ്. എന്റെ ജീവിതാവസാനം വരെ ഇതിലൂടെ സഞ്ചരിക്കുന്നത് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയേണ്ടത് നിർത്തുന്നു. നന്ദി. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിങ്ങിന് ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ. നമുക്ക് ആരെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി 1 മിനിറ്റല്ലേ ഉള്ളൂ. എന്നാ പ്രാർത്ഥിച്ചോട്ടെ. ആ പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റാൻ പറ്റാത്തത് മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും പ്രശാന്ത പ്രശാന്ത മനസ്സിനെയും മനസ്സെയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ മാറ്റുവാൻ പറ്റുന്നവയെ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ജോസഫ് മാഷ് Keep coming back at സാറേ, us. ഇല്ലില്ല, ജോസഫ് സാറുണ്ട്. ജോസഫ് സാർ 17 വർഷം കഴിഞ്ഞു. 12 മണിയായില്ലേ? ആര്? ഞാൻ ശിവചേട്ടനാ? ആ, ഒമ്പടോ, എല്ലാവിധ ഇപ്പൊ ആശംസകളും. 12 മണിക്ക് കറക്റ്റ് 12 മണി മുട്ടാൻ അയ്യടാ. കാത്തിരുന്ന പറയാനായിട്ട്. അപ്പൊ നാളെ വൈകുന്നേരത്തെ മീറ്റിംഗ് പൊളിക്കും. 1 മണിക്കൂർ മുമ്പ് പറഞ്ഞ നിങ്ങൾ ചോദിക്കില്ലേ, അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുടിച്ചാ ഇപ്പൊ എന്നാ ചെയ്യുന്ന? 17 ഇനി തികയത്തില്ലോ. കുടിക്കില്ല. ഞാൻ ഓൾ പറഞ്ഞെന്നുള്ളൂ. ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും നന്ദി. കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ ഓക്കെ, സുബോധത്തിന്റെ 17 വർഷം തികച്ച ശിവചേട്ടന് എല്ലാവിധ ആശംസകളും. ആയിക്കോട്ടെ, നന്ദി. ആശംസകളും നമുക്ക് ശുഭോദയ. എനിക്ക് അതിൽ മീറ്റിംഗ് പങ്കെടുക്കാൻ സാധിച്ച ഈശ്വരനോട് വരാമെന്ന് നന്ദി പറയുന്നു. ജോസഫ് സാർ, താങ്ക് യു. ജോസഫ് സാറെ നാളെ ഇപ്പൊ ഈ 20-ന് കാണാം. രതീഷ് മുട്ട ശരി. ആരാ? രതീഷ് രതീഷ് മുട്ട നമ്മുടെ കാസർഗോഡ് അവിടെ കാസർഗോഡ് ഞാൻ മുട്ട പണ്ട് അല്ലേ? വിചാരിച്ചു നമ്മുടെ മുട്ടാന്നാ സാറേ, തൊടുപുഴ മുട്ടാന്ന്. പക്ഷെ കണ്ണൂര് മുട്ട അതാ ഞാൻ ചോദിച്ചതേ. നമ്മുടെ മുട്ട അല്ല. അല്ല. നമ്മുടെ തൊടുപുഴ കൂട്ടത്തിൽ നിന്ന് മുട്ട ആരും അല്ല. അങ്ങനെ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് സംശയം വന്ന്. തൊടുപുഴ മുട്ട അല്ല. ഞാനന്നാ മറ്റേ പരിപാടിക്കെല്ലാം വന്നിട്ടുണ്ടായിന്. ശ്രീനോട്ടന്റെ അന്നിന്റെ ശ്രീനോട്ട എറണാകുളത്തുണ്ടായ ആ പരിപാടിക്കെല്ലാം ആ ആ, അതെ അന്ന് അതെ. രതീഷ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിന്. ഞാൻ 3 വർഷം ആയില്ലോ മാഷെ, അത്രേ ആയില്ലോ. ആ, ആ, തൊടുപുഴ ആ. മുട്ട. ഇതിന് മുമ്പ് ആ ഷെയർ ചെയ്ത ആളാരായിരുന്നു? ആ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞേ. അച്യുതേട്ടൻ അത് അല്ല, അച്ചേട്ടൻ അല്ല, അച്ചേട്ടൻ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്ത. അത് ഞാനാ ശ്രീനു ആ, ശ്രീനു എവിടെയാ? ശ്രീനു എവിടെയാ വീട്? മുളന്തുരുത്തി. ആ, മുളന്തുരുത്തി അല്ലേ? എനിക്ക് നമ്പരും തരണേ. ഓക്കെ. ജോസഫ് സാറിന്റെ വീട് എനിക്ക് മുട്ടാണോ? തൊടുപുഴ മുട്ടാണോ? ഞാൻ മുട്ടത്തിലും തൊടുപുഴയ്ക്ക് നടുക്ക. ആണോ? ഞാൻ പണ്ട് മുട്ടം പോളിടെക്നിക്കൽ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ആ, ശരി. നീ അങ്ങനെ കോടതിയുടെ തൊട്ടും കൊണ്ടാ ആണല്ലേ? പോളിടെക്നിക്ക്. ഓക്കെ. അതെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറെ നാളായി. പണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഒരു പണി ജോസഫ് സാറിന്റെ നമ്പർ
എന്റെ നമ്പർ പറയാമേ. ഒരു സെക്കൻഡ് പുതിയ പാൻ എടുത്ത് പറഞ്ഞോ സാറേ. 944 944 61 61 31 31 455. 455. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ശ്രീനുവിന്റെ നമ്പർ ഇവിടെ അല്ല, ഇങ്ങോട്ടൊന്ന് ഒന്ന് മിസ് കോൾ വിട്ടാലും മതി. ഞാൻ എപ്പോ വിളിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഷിബുവേ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ഒരു വേണുചേട്ടനും കൂടെ ഉണ്ട് ഈ ഞങ്ങളുടെ ഗ്രൂപ്പിലെ. ഷിബു അല്ലാതെ വേറൊരാളുടെ ഉണ്ട്. പുള്ളി ഇപ്പം 12 വർഷം. വേണുഗോപാലേട്ടനല്ല? വേണുചേട്ടൻ 12 അല്ലേ? അതേ 13 12 ബർത്ത്ഡേ എന്നറിയാം. ബർത്ത്ഡേ. പുള്ളി രാവിലെ വിളിക്കാം. പുള്ളി വയ്യാണ്ടിരിക്കുവാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോയി കൊണ്ടുവന്ന് ടോക്കണൊക്കെ കൊടുത്തായിരുന്നു. എന്നാ ശരി സാറേ. എന്നാ ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. ഓക്കെ ഷിബിച്ചേട്ടാ, എല്ലാ ആശംസകളും. ഓക്കെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.